എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞത്. അതിനെ ദൈവത്തെ പ്രേരിപ്പിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇന്ന് ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയെക്കുറിച്ചുള്ള ചില സിദ്ധാന്തങ്ങൾ, ചില തിയറീസ് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു എന്തിനു മരിച്ചു എന്നതൊക്കെ സംബന്ധിച്ച് ഒരുപാട് ആശയങ്ങൾ വേദശാസ്ത്രികൾക്കിടയിലുണ്ട്. എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് വിചാരിച്ച് പറയുന്നവരുണ്ട്. അങ്ങനെയല്ലാതെ ആത്മാർത്ഥമായി തന്നെ അങ്ങനെയൊക്കെ പറയുന്ന പല കാര്യങ്ങൾ പറയുന്നവരുണ്ട്. അതിൽ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് വീണ്ടെടുപ്പിൻ്റെ വില സാത്താന് നൽകുക എന്ന ഒരു സിദ്ധാന്തമാണ്. റാൻസം ടു സൈറ്റൻ തിയറി. കർത്താവ് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഒരു വീണ്ടെടുപ്പ് വില കൊടുക്കേണ്ടത് ആവശ്യമാണ്. നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കണമെങ്കിൽ വീണ്ടെടുപ്പ് വില കൊടുക്കണം. അങ്ങനെ വീണ്ടെടുപ്പ് വില കൊടുക്കണം എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായിരിക്കുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന കുഞ്ഞാടിൻ്റെ വലിയ രക്തം കൊണ്ടാണ്. അവൻ നമുക്ക് വീണ്ടെടുപ്പ് വിലയായിട്ട് തീർന്നു എന്ന് പറയുമ്പോൾ ഈ വില ആർക്കാണ് കൊടുത്തതെന്നുള്ളത് ന്യായമായ ഒരു ചോദ്യമാണ്. അപ്പോൾ അതിനെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് പല സിദ്ധാന്തങ്ങൾ ആളുകൾ പറഞ്ഞു. 184 മുതൽ 254 വരെയുള്ള AD കാലഘട്ടത്തിൽ ജീവിച്ച ഓറിജിൻ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വേദപണ്ഡിതനുണ്ട്. അദ്ദേഹം ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ഒരാളാണ്. ഒരുപാട് അബദ്ധങ്ങളും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു തിയറിയാണ്, പാപം ചെയ്ത മനുഷ്യൻ സാത്താൻ്റെ അധീനതയിലായി തീർന്നു. അവിടെ നിന്ന് അവനെ വിടുവിക്കണമെങ്കിൽ അവൻ ആവശ്യപ്പെടുന്നതായിരിക്കുന്ന വില ദൈവം അവന് കൊടുത്തെങ്കിലേ മതിയാവും, അല്ലാതെ അവൻ വിട്ടയക്കുകയും. സാത്താൻ അടിമയായി തീർന്നൊക്കെ ബൈബിൾ പറയുന്നുണ്ട്. ശരിയാണ്, സാത്താൻ അടിമയാണ്. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ സാത്താൻ്റെ മക്കളാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ സാത്താൻ്റെ അടിമയായി തീർന്നുവെങ്കിൽ ആ അടിമത്തത്തിൽ നിന്ന് ഒരാളെ വീണ്ടെടുക്കണമെങ്കിൽ അന്നത്തെ കാലത്ത് നിലവിൽ നിൽക്കുന്ന വീണ്ടെടുപ്പ് വിലയുണ്ട്, റാൻസം ഉണ്ട്. ഇന്നും അങ്ങനെയാണല്ലോ. ചില ആളുകൾ ചില കുട്ടികളെയൊക്കെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? റാൻസം ചോദിക്കും, വീണ്ടെടുപ്പ് വില ചോദിക്കും. അതുപോലെ സാത്താൻ മനുഷ്യവർഗത്തെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തിയറി ഉണ്ട്. അപ്പോൾ വീണ്ടെടുപ്പ് വില സാത്താന് നൽകിയ വഴി മനുഷ്യൻ്റെ മേലുള്ള സാത്താൻ്റെ ന്യായമായ എല്ലാ അവകാശങ്ങളും റദ്ദാക്കപ്പെട്ടു. വീണ്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആരിൽ നിന്നാണോ വീണ്ടെടുത്ത ആൾക്ക് യാതൊരു അവകാശവുമില്ല. അപ്പോൾ സാത്താൻ ചോദിച്ച വിലയാണ് മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായിട്ട് ഒരാൾ, അത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവനെ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യനെ വിട്ടേക്കാം. അപ്പോൾ അങ്ങനെ വിട്ടു കഴിഞ്ഞതുകൊണ്ട് ഇനി സാത്താന് നമ്മുടെ മേൽ യാതൊരു വിധമായിരിക്കുന്ന അവകാശവാദങ്ങളുമില്ല, ഉള്ളതെല്ലാം റദ്ദാക്കപ്പെട്ടു. അപ്പോൾ ഈ ഇടപാടിൽ സാത്താൻ ആത്യന്തികമായി വഞ്ചിക്കപ്പെടുകയാണ് ഉണ്ടായത് എന്ന് ഒറിജിൻ പഠിപ്പിച്ചു. കാരണം വീണ്ടെടുപ്പ് വിലയായ ക്രിസ്തുവിൻ്റെ മേൽ സാത്താന് പരമാധികാരം ലഭിക്കുമെന്ന ചിന്തയാണ്. അങ്ങനെയാണല്ലോ സാധാരണ. ഇപ്പോൾ 1 ലക്ഷം രൂപ വീണ്ടെടുപ്പ് വിലയായിട്ട് ആവശ്യപ്പെട്ടാൽ 1 ലക്ഷം രൂപ കൊടുക്കുന്നതായ ആളിന് ആ 1 ലക്ഷം രൂപയുടെ മേൽ പൂർണ്ണ അവകാശം ഉണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവനാണ് മറുവിലയെങ്കിൽ സാത്താന് ആ ജീവൻ്റെ മേൽ പൂർണ്ണ അവകാശം കിട്ടണം. പക്ഷേ അങ്ങനെ അവകാശം ദൈവം കൊടുത്തില്ല. അതുകൊണ്ട് ഒറിജിൻ പറഞ്ഞു, സാത്താൻ വാസ്തവത്തിൽ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്തത്. തനിക്ക് ക്രിസ്തുവിൻ്റെ മേൽ പൂർണ്ണ അധികാരം കിട്ടുമെന്നൊക്കെ വിചാരിച്ചാണ് സാത്താൻ അതിന് സമ്മതിച്ചതെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ദൈവവും സാത്താനും തമ്മിൽ ഒരു ബാർഗെയിൻ നടന്നതായിട്ട് ഉള്ള യാതൊരു ആശയം ബൈബിളിലില്ല. ദൈവം സാത്താന് മറുവില കൊടുത്തെന്നോ അല്ലെങ്കിൽ സാത്താൻ ഇങ്ങനെ ഒരു മറുവില തരാമെങ്കിൽ ഞാൻ മനുഷ്യവർഗത്തെ തിരിച്ചേൽപ്പിക്കാമെന്നോ അങ്ങനെയൊന്നുമില്ല. എന്ന് മാത്രമല്ല, മനുഷ്യൻ പാപിയായി തീർന്ന ആ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, അങ്ങനെ സാത്താൻ മനുഷ്യനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി ബന്ധനത്തിലാക്കി വെച്ചു. ആ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു പോയി സാത്താൻ ആവശ്യപ്പെട്ട തൻ്റെ ജീവൻ കൊടുത്തു. അങ്ങനെയുള്ളതായിരിക്കുന്ന സിദ്ധാന്തങ്ങളൊന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഒക്കെ ഓരോ തിയറികൾ ആളുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. ഒറിജിൻ മാത്രമല്ല, ജസ്റ്റിൻ മാർട്ടിർ എന്ന് പറയുന്ന വേറൊരാളുണ്ട്. അതുപോലെ നൈസായ ഗ്രിഗറി ഉണ്ട്. സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സ്ഥാപകയായ E.G. വൈറ്റ്. ഇങ്ങനെ അനേകരെ ഈ ഉപദേശത്തെ അനുകൂലിച്ച ആളുകളാണ്. കേട്ടാൽ തോന്നുന്നു ശരിയാണെന്ന് തോന്നുന്നു.
കാരണം വീണ്ടെടുപ്പുണ്ടെങ്കിൽ വീണ്ടെടുപ്പ് പോലെ കൊടുത്തെങ്കിൽ പിന്നെ കൊടുത്ത ആർക്കെങ്കിലും കൊടുക്കണമല്ല. അങ്ങനെ അപ്പോൾ ഇവർ സാത്താനെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ വളരെ ഗൗരവമായി എടുത്ത ആളുകളാണ്. അല്ലാതെ ലാഘവമായി എടുത്ത ആളൊന്നുമല്ല. സാത്താൻ ഭയങ്കരനാണെന്നും മനുഷ്യവർഗത്തെ അടിമയായി വിചരിക്കുകയായിരുന്നെന്നും അവന് ആ അടിമത്തത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കണമെങ്കിൽ അങ്ങനെ സാത്താനെ അത്ര എളുപ്പമൊന്നും അങ്ങനെ പ്ലീസ് ചെയ്യാൻ ഒക്കുകയില്ല. സാത്താൻ ചോദിച്ച വിലയെന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവനാണ് ചോദിച്ചത്. അത് കൊടുക്കേണ്ടതായിട്ട് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സാത്താനെ ഒരു ഭയങ്കരനായിട്ട് ഒക്കെയാണ് അവർ ചിത്രീകരിക്കുന്നത്. എന്ന് മാത്രമല്ല, സാത്താന്റെ മേൽ യേശുക്രിസ്തു ആത്യന്തിക വിജയം നേടിയെടുത്തു എന്ന യാഥാർത്ഥ്യം അവർക്ക് സ്വീകരിച്ച ആളാണ്. മറുവില കൊടുത്തു, തൻ്റെ ജീവനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ സാത്താന്റെ അധീനതയിൽ നിന്നും മനുഷ്യവർഗത്തെ പൂർണ്ണമായി വിടുവിച്ചു. അതെ, ഇനിയും സാത്താൻ മനുഷ്യവർഗത്തിന്റെ മേൽ യാതൊരു അവകാശവും ഇല്ല എന്ന് പറയത്തക്കവണ്ണം അതെ വീണ്ടെടുക്കപ്പെട്ട ആളുകൾക്ക് ആണത് എന്ന് പറയും. ചിലർ പറയും എല്ലാ മനുഷ്യർക്ക് വേണ്ടിയാണ് വീണ്ടെടുപ്പ് പോലെ കൊടുത്തത്, അതുകൊണ്ട് എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും സാത്താൻ ഇനി അവരുടെ മേൽ യാതൊരു അവകാശമില്ല. മറ്റുള്ളവർ പറയും അങ്ങനെ എല്ലാവർക്കും വേണ്ടിയല്ല കൊടുത്തത്, രക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് കൊടുത്തത്, അതുകൊണ്ട് അവരുടെ മേൽ ഇനി അവകാശം ഒന്നുമില്ല എന്നൊക്കെ പറയും. എന്നാൽ ഇങ്ങനൊരു സിദ്ധാന്തം ബൈബിൾ പഠിപ്പിക്കുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന ബലഹീനത എന്ന് പറയുന്നത്. ബൈബിൾ ഒരിടത്ത് പോലും സാത്താനെ മറുവിലയായിട്ട് കർത്താവ് തൻ്റെ ജീവനെ കൊടുത്തു എന്നൊരു സിദ്ധാന്തമില്ല. ദൈവത്തിന് തന്നെത്താൻ അർപ്പിച്ചു എന്നല്ലാതെ സാത്താനെ തന്നെത്താൻ അർപ്പിച്ചു എന്ന് എങ്ങും പറയുന്നില്ല. അങ്ങനെ ഒരു സൂചന പോലും ബൈബിളിലില്ല. അതുകൊണ്ട് ആ സിദ്ധാന്തം എന്ന് പറയുന്നത് തികച്ചും തെറ്റായിരിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. നമുക്കത് ഒരു വിധത്തിലും സ്വീകരിക്കാവുന്ന ഒരു സിദ്ധാന്തമല്ല. അങ്ങനെയൊക്കെ കേട്ടാൽ തോന്നും ബൈബിൾ പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്ക്, വേദശാസ്ത്രം പഠിച്ചിട്ടില്ലാത്ത ആളുകളോട് അത് വിശ്വസിക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങളെയോ നിങ്ങളെ സാത്താൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് വിടുവിക്കാനായിട്ട് വലിയ വില കൊടുത്താൽ വിടുവിച്ചോ? സാത്താൻ ചെറിയ പുള്ളിയൊന്നുമല്ല. മനുഷ്യവർഗത്തെ അടിമയായി വെച്ചിരിക്കുന്ന കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ സാത്താൻ്റെ മക്കളാണെന്നും അടിമകളാണെന്നും ഒക്കെ കർത്താവ് തന്നെ പറഞ്ഞു. അവരങ്ങനൊന്നും വിട്ടുതരുന്ന ആളൊന്നുമല്ല. അങ്ങനെയൊക്കെ പറയാം. പിന്നെ അവർക്ക് വേറെ പല വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളെയൊക്കെ അവരെടുത്ത് മിസ്കോട്ട് ചെയ്യും. മോശയുടെ ശരീരത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന സംവാദമൊക്കെ അതിൽ പെടുന്നതായിരിക്കുന്ന വാക്യമാണ്. കാരണം മോശയുടെ ശരീരം കർത്താവാണല്ലോ മോശയെ അടക്കിയത്. മോശ മലയിൽ കയറി അവൻ മരിച്ചു, കർത്താവ് അവനെ അടക്കി. അവനെ അടക്കിയ സ്ഥലം ആർക്കും അതുകൊണ്ട് അറിയില്ലെന്നാ. പക്ഷെ അടക്കാനായിട്ട് സാത്താൻ സമ്മതിച്ചില്ലെന്നാ പറയുന്നത്. സാധാ പറഞ്ഞ് വിട്ടുതരിയില്ലെന്ന് പറഞ്ഞു. മോശയുടെ ശരീരം വിട്ടുതരിയില്ലെന്ന് പറഞ്ഞു. അന്ന് കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ടില്ലല്ലോ. കർത്താവായ യേശു ക്രിസ്തു മറുവിലയായി മരിച്ചിട്ടില്ല. അപ്പൊ സാത്താന് വില തരണമെന്ന് പറഞ്ഞു. വില തരണം, വിട്ട് തരണമെങ്കിൽ വില തരണം. അവസാനം പിന്നെ കർത്താവ് അങ്ങനെ ഒരു അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തു. ഞാൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്, ആ സമയത്ത് ഞാൻ വന്ന് മരിച്ച് വില തന്നേക്കാം, വിട്ടുതാ ശരീരം എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തു എന്തൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ അബദ്ധം പറയണ്ടേ, അങ്ങനെയൊക്കെ പറയുന്നത് ആളുകളുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പിന്നെ എന്തിനാ അവിടെ ഒരു സംവാദം നടന്നതെന്നുള്ളത് വളരെ രസകരമായ ഒരു കാര്യമാണ്. എന്തിനാണ് സാത്താനും ദൈവവുമായിട്ട് സംവാദം വയ്ക്കുന്നത്? മീഖായിലെന്നല്ലേ, മീഖായിലുമായിട്ടല്ലേ, അതോ ഗബ്രിയേലുമായിട്ടായിരുന്നു? മീഖായിലുമായിട്ടാണ്. അതെ, ഗബ്രിയേല് മെസ്സഞ്ചറാണ്, മീഖായിലാണ് ഫൈറ്റർ, കമാൻഡർ, ദൈവത്തിന്റെ സേനയുടെ. അപ്പൊ ഈ മീഖായിലുമായിട്ട് എന്തിനാണ് ഈ സംവാദം നടന്നത് എന്നത് വലിയ രസമാണ്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഒരുപാട് തിയറി ഉണ്ട്. ഇപ്പൊ ഞാൻ ആ തിയറിയൊന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് പോകുന്നില്ല. ഏതായാലും ഇവിടെ സംവാദം നടന്നുവെന്നും മീഖായില് സാത്താനെ ഫൽസിച്ചുവെന്നും ദൈവം നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറഞ്ഞെന്നും അവസാനം പിന്നെ ശല്യം വിട്ടുകൊടുത്തു, മീഖായിൽ കൊണ്ടടക്കി, അല്ലെങ്കിൽ ദൈവം അടക്കി, എന്തൊക്കെയാണ്. ഏതായാലും രസകരമായിരിക്കുന്ന ഒരു സംഭവമൊക്കെയാണ് കേട്ടോ. ദൈവം ഒരു മനുഷ്യനെ അടക്കിയെങ്കിൽ ആ ഭാഗ്യം, ദൈവത്താൽ അടക്കപ്പെടുവാനുള്ള ഭാഗ്യം മോശയ്ക്ക് കിട്ടിയുള്ളൂ. സാത്താൻ ഏതെങ്കിലും മനുഷ്യന്റെ ശരീരത്തിന് വേണ്ടി, ശവത്തിന് വേണ്ടി വാദിച്ചെങ്കിൽ അത് മോശയുടെ ശവത്തിന് വേണ്ടി വാദിച്ചിട്ടുള്ളൂ ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ പിന്നെ ഒരുപാട് തിയറീസ് ഒക്കെ ഉണ്ട്. ആ തിയറീസ് പറയണ്ട, നമുക്കറിയാം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഏലിയാവ് വരുന്നതായിട്ട് അറിയാൻ രണ്ടാമതൊരാൾ വരും, രണ്ട് സാക്ഷികൾ. ഒരാള് മോശയാണെന്ന് പറയുന്ന ആളുകൾ ഉണ്ട്, മോശ അല്ലെന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊന്നും ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് പോകല്ല. മോശയാണെന്ന് പറയുന്നവരായിരിക്കും ആളുകൾ പറയുന്നത് സാത്താൻ അറിയാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പരിപാടിയുടെ പൂർത്തീകരണ സമയമാകുമ്പോൾ സാത്താന്റെ ഏജന്റായിരിക്കും ക്രിസ്തുവുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട് മോശ വീണ്ടും വരും. അപ്പൊ മോശയുടെ ശരീരം വിട്ടുകൊടുത്താൽ മോശ വീണ്ടും ഭൂമിയിലേക്ക് വന്ന് ഒരു ഏറ്റുമുട്ടൽ നടക്കും. അതുകൊണ്ട് സാത്താൻ പറഞ്ഞ് വിട്ടുതരില്ലെന്ന് പറഞ്ഞു. വിട്ടുതരാൻ ഒക്കില്ലെന്ന്, വിട്ടുതരുന്ന പ്രശ്നമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചില ആളുകൾ പറയുന്നു. അപ്പോ മറ്റു പറയുന്ന മോശ മരിച്ചുവെങ്കിലും
മോശയുടെ ശരീരത്തെ കർത്താവ് ഉടനെ തന്നെ ഉയർപ്പിച്ച് അങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ എന്ന് പറയാ ഏലിയാവിന്റെ ശരീരം, ഏലിയാവ് ജീവൻ എടുക്കപ്പെട്ടതുപോലെ തന്നെ മോശ മരിച്ചെങ്കിൽ ഉടനെ തന്നെ മോശയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അവിടുന്നാണ് പിന്നെ മരുഭൂമിയിലും മോശ ഏലിയാവും വന്നല്ലോ. മരുഭൂമിയിൽ വരുന്നത് അവിടുന്നാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം വീണ്ടും ജീവൻ കൊടുക്കാനായിട്ട് സാത്താൻ സമ്മതിക്കില്ല. എന്ത് ചെയ്താൽ ഇല്ല, ഈ പാർട്ടിക്ക് ഇനി ജീവൻ കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് തിയറികളൊക്കെ അതേക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ലെന്ന് ഞാൻ പറയും. ഏതായാലും സംഭവം നടന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. മോശ മരുഭൂമിയിൽ പ്രത്യക്ഷനായെന്നുള്ള കാര്യം അറിയാം. ഞാൻ വിശ്വസിക്കുന്നതനുസരിച്ച് ഏലിയാവും മോശയുമാണ് ഇതേകാലത്ത് വരുന്ന രണ്ട് സാക്ഷികളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാനോക്കാണെന്ന് പറയുന്നവരുണ്ട്, അവർക്ക് ന്യായമുണ്ട്. കേട്ട ചിലതൊക്കെ ന്യായം അങ്ങനെയാണെന്ന് തോന്നും. അതൊന്നും നമുക്ക് സെല്ല് ചെയ്യാനൊക്കില്ല. ഏതായാലും ഈ സാത്താൻ മോശയുടെ ശരീരത്തെ വിട്ടുകൊടുക്കാഞ്ഞത് റാൻസം കൊടുക്കാഞ്ഞിട്ടാണെന്നാ പറയുന്നത്. റാൻസം കർത്താവൊന്നും മരിച്ചിട്ടില്ല, അതുകൊണ്ട് വീണ്ടെടുപ്പ് പോലെ കൊടുത്തിട്ടില്ല. സാത്താൻ പറഞ്ഞു വീണ്ടെടുപ്പ് തരാതെ തരികില്ല. അപ്പോ പിന്നെ കർത്താവ് പറഞ്ഞു വീണ്ടെടുപ്പ് പോലെ തരാമെന്നൊക്കെ പറഞ്ഞു. എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. വേറെ ചിലർ പറയുന്നത് അങ്ങനെയൊന്നുമല്ല. കർത്താവ് തന്റെ ശക്തിയും അധികാരവും ഉപയോഗിച്ച് സാത്താനെ ഗബ്രിയേല് മേഘായില് ശാസിച്ചില്ലേ. ദൈവം നിന്നെ ശാസിക്കട്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ദൈവം അവനെ ശാസിച്ചു മാറിക്കിടെന്ന് പറഞ്ഞു. ശവസംസ്കാരം നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. ഒന്നും അറിയില്ല, നമ്മളതേക്കുറിച്ചൊന്നും ഇല്ല. ഏതായാലും ഈ മറുവില കൊടുക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന ആശയം ബൈബിളിലെ ഒരു ആശയമാണ്. പഴയ പുതിയ നിയമങ്ങളിലെല്ലാം ഉള്ള ആശയമാണ് റാൻസം എന്ന് പറയുന്ന ആശയം. അത് ആർക്ക് കൊടുത്തു എന്നതിന് ഒറിജിൻ പറഞ്ഞത് അത് സാത്താൻ കൊടുത്തു എന്നാണ്. പക്ഷേ സാത്താൻ മറുവില കൊടുത്തു എന്നുള്ള ആശയത്തെ പിന്താങ്ങുവാനുള്ളതായിരിക്കുന്ന യാതൊരു ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റും ഇല്ല. രണ്ടാമത്, ഈ സാത്താൻ മനുഷ്യനെ കിഡ്നാപ്പ് ചെയ്തോ, അല്ലെങ്കിൽ മനുഷ്യനെ തന്നെ സാത്താൻ വിറ്റ് കളഞ്ഞോ? ഏതല്ലേ പാപം എന്ന് പറയുന്നത് സാത്താന് വിൽക്കുകയായിരുന്നോ, അതോ ദൈവത്തോടെ ഒരു മറുതരിപ്പ് എന്നുള്ളതായിരുന്നോ, അതോ സാത്താന് അനുസരിക്കുക എന്നുള്ളതായിരുന്നോ? സാത്താൻ പറഞ്ഞു ഈ പഴം നീ തിന്നാൽ മരിക്കയില്ല, നീ ദൈവത്തെ പോലെയാകും നിശ്ചയം എന്ന് പറഞ്ഞു. അതങ്ങനെ പറഞ്ഞു. സാത്താൻ ആ പഴത്തെക്കുറിച്ച് ഒരു പ്രത്യേക വ്യാഖ്യാനം കൊടുത്തു. ദൈവം കൊടുത്ത വ്യാഖ്യാനം തിന്നുന്ന ആൾ മരിക്കും, സാത്താൻ കൊടുത്ത വ്യാഖ്യാനം തിന്നുന്ന ആൾ ദൈവത്തെ പോലെ ആകും. സാത്താൻ പറഞ്ഞതായിരിക്കുന്ന വ്യാഖ്യാനത്തെ അവന് സ്വീകരിച്ചു, പഴം പറിച്ചു തിന്നു എന്ന് പറയാം. ഇനി അങ്ങനെയുമല്ല, ദൈവം പറയുന്നതാണോ സത്യം, സാത്താൻ പറയുന്നതാണോ സത്യം എന്നുള്ളൊരു ചോദ്യം ആദാമിന്റെ മുന്നിൽ ഉണ്ടായിരുന്നല്ലോ. കാരണം ഒരു പഴത്തെക്കുറിച്ച് ഒരാൾ പറയുന്നു തിന്നാൽ മരിക്കും, മറ്റേയാൾ പറയുന്നു തിന്നാൽ മരിക്കില്ലെന്ന് മാത്രമല്ല നീ ദൈവത്തെ പോലെ ആകും. അപ്പൊ ഇവരിൽ ആരാണ് സത്യം പറയുന്നതെന്ന് ആദാം എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ആദാമിന് വേണമെങ്കിൽ അങ്ങനെ അങ്ങ് പറയാം, ആർബിട്രറി ആയിട്ട് പറയാം ദൈവം പറയുന്നതാണ് സത്യം, സാത്താനെ നീ പോന്ന് പറയാം. അല്ലെങ്കിൽ പറയാം സാത്താനെ നീ പറഞ്ഞ സത്യം, ദൈവത്തെ മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ആദാമിന് പറയാവുന്ന മൂന്നാമതൊരു കാര്യമുണ്ട്, ദൈവത്തിന്റെ വ്യാഖ്യാനോട് നിൽക്കട്ടെ, സാത്താന്റെ വ്യാഖ്യാനോട് നിൽക്കട്ടെ, ആര് പറയുന്ന സത്യം എന്നുള്ളത് ഞാൻ തിന്നു നോക്കിയിട്ട് പറയാം. പിള്ളേർ പറയില്ലേ, ഒരാൾ പറയുന്നത് ചാകുമെന്ന് പറയുന്ന ഒരാൾ ചാകൂലെന്ന് പറയുന്നു, അപ്പൊ പിന്നെ ചാകുമെന്ന് പറയുന്നത് ചാകൂലെന്ന് പറയുന്നു. ആര് പറയുന്ന സത്യം? അതുവരെ ആരും ഈ പഴം തിന്നിട്ടില്ല, അതുകൊണ്ട് അതുവരെ ആരും അങ്ങനെ ചത്തിട്ടില്ല. ചത്തവരായിരിക്കുന്ന ആരും ലോകത്തിലില്ല, അവരോട് ചോദിക്കാൻ അങ്ങനെയില്ല. ഇനി മരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ഡിക്ഷണറി പോലും ഇത് നോക്കാനായിട്ട് മൂന്നാമതൊരാളെ ചോദിക്കാനില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പോ ചില ആളുകൾ പറയുന്ന അതിന് വ്യാഖ്യാനത്തിൽ കൂടി പറയുന്ന കാര്യമാണ്. അപ്പോൾ ആദാം പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും എന്നെ നിർബന്ധിക്കണ്ട, രണ്ട് വ്യാഖ്യാനം ഉള്ളത് കൊണ്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദാം പഴം പറിച്ച് നിന്നിട്ട് ദൈവത്തോട് പറഞ്ഞു നീ പറഞ്ഞ സത്യം എന്ന് പറഞ്ഞു. നീ പറഞ്ഞ സത്യം. സാത്താനോട് പറഞ്ഞു നീ പറഞ്ഞ നുണയാണ്, പറഞ്ഞു ചാകില്ലെന്ന്. ഇല്ല, നീ പറഞ്ഞ ഞാൻ ചത്തല്ലോ, ദൈവമായുള്ള എന്റെ ബന്ധം വേർപെട്ടല്ലോ, നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോ സാത്താനെ ദൈവമായിട്ട് അംഗീകരിച്ചു അവിടെ വെച്ച്, അതോ സ്വയത്തെ അംഗീകരിച്ചോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. വാസ്തവത്തിൽ ആദാം ചെയ്തത് സ്വയത്തെ ദൈവമായി അവരോധിക്കുകയാണ് ചെയ്തത്. ദൈവം ആദാമിന്റെ പോയിന്റ് ഓഫ് റെഫറൻസ് ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. ദൈവം പറഞ്ഞ വാക്കിനെ ആദാം മുഖവിലേക്ക് എടുത്ത് വിശ്വാസത്താൽ ജീവിക്കണം. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അങ്ങനെയാണല്ലോ റോമാലേഖനം 1:18 പറയുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിന്റെ നീതിമാനായിരുന്നു ആദാം. അവനെ നീതിമാനായിട്ടും വിശുദ്ധനായിട്ടും ഒക്കെ സൃഷ്ടിച്ചത്. അവൻ ദൈവം പറയുന്നതിനെ മുഖവിലേക്കെടുത്ത് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷേ സാത്താൻ ആഗ്രഹിച്ച അങ്ങനെയല്ല. സാത്താൻ പറയുന്ന മുഖവിലേക്കെടുത്ത് ജീവിക്കണം. സാത്താൻ പറയുന്ന മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ പറിച്ചു തിന്നേണ്ട ആവശ്യമൊന്നുമില്ല. അത് ദൈവം ആകണമെന്ന് ആഗ്രഹം കൊണ്ട് പറിച്ചു തിന്നാൽ മതി. തൻ്റെ ബുദ്ധിയിൽ തന്നെ എനിക്ക് തിരുത്താം, ദൈവം പറയുന്നതല്ല ശരി, അത് ദൈവം പറയുന്നത് നുണയാണ്, സാത്താൻ പറഞ്ഞതാണ് ശരി, ഞാൻ ഈ വൃക്ഷത്തെക്കുറിച്ചുള്ള
സാത്താൻ്റെ വ്യാഖ്യാനം ശരിയെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സാത്താൻ അവൻ്റെ പോയിന്റ് ഓഫ് റെഫറൻസ് ആയിരിക്കും. പഴം പറിച്ചു തിന്നാൽ നീ ദൈവത്തെ പോലെ ആകുമെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചിരുന്നെങ്കിൽ സാത്താൻ എന്നോട് പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞേനെ. പഴം പറിച്ചു തിന്നാൽ മരിക്കുമെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ദൈവം എന്നോട് പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നു. അപ്പം ദൈവം പോയിന്റ് ഓഫ് റെഫറൻസ് ആയിരിക്കണോ, സാത്താൻ പോയിന്റ് ഓഫ് റെഫറൻസ് ആയിരിക്കണോ എന്നുള്ള വലിയ സംവാദം. ആദാം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ആകണ്ട, ഞാൻ തന്നെ ആയിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദാമിനെ തന്നെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? അവരോധിച്ചു. അന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവത്തിന് ഇരിക്കാനായിട്ട് വെച്ചതായിരിക്കുന്ന ഒരു സിംഹാസനത്തിൽ മനുഷ്യനെ തന്നെ സെൽഫിനെ കൊണ്ട് അവരോധിച്ച് അവിടെ വെച്ചിരിക്കുകയാണ്. അതെ. അപ്പോൾ ദൈവം പറഞ്ഞ അതല്ല, ഇപ്പോൾ മനുഷ്യൻ തമ്മിൽ ഒരാളെ പോലെ നന്മയും തിന്മയും തിരിച്ചറിയാൻ തക്കവണ്ണം ആയിത്തീർന്നു. അതിനു മുമ്പും അറിയാമായിരുന്നു. എങ്ങനെ അറിയുന്ന? വിശ്വാസത്തിൽ അറിഞ്ഞത്. നന്മ എന്താണെന്ന് ദൈവം പറഞ്ഞു, അതുകൊണ്ട് നന്മയാണെന്ന് അറിഞ്ഞു. തിന്മ എന്താണെന്ന് ദൈവം പറഞ്ഞു, അതുകൊണ്ട് അറിഞ്ഞു. ഇപ്പൊ പഴം പറിച്ചിരുന്നപ്പോൾ നന്മ എന്താണെന്ന് അറിഞ്ഞ സാത്താൻ പറഞ്ഞത് കൊണ്ടുമല്ല, ദൈവം പറഞ്ഞതുകൊണ്ടുമല്ല, പിന്നെ എങ്ങനെയാണ്? തന്റെ സ്വന്തം അനുഭവം കൊണ്ട്. എന്ന് പറഞ്ഞാൽ ആദാമിന്റെ പോയിന്റ് ഓഫ് റെഫറൻസ് ഇപ്പോഴാരാന്ന് ചോദിച്ചാൽ ആഡം ഹിംസെൽഫ് ഈസ് ദ പോയിന്റ് ഓഫ് റെഫറൻസ്. ഈ പാപം എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും അതാണ്. നമ്മുടെ പോയിന്റ് ഓഫ് റെഫറൻസ് നമ്മൾ തന്നെ ആകുമ്പോഴാണ്. അത് ഈ 5 വയസ്സുള്ള 4 വയസ്സുള്ള 3 വയസ്സുള്ള പിള്ളേർ പറയുമല്ലോ, മോനെ പോയി കിടന്ന് ഉറങ്ങണ്ട, മണി 8 എപ്പോഴാണ് ഉറങ്ങണ്ടെന്ന് എനിക്കറിയാം, എന്നോട് പറയണ്ട. പറയുന്നത് ഐ വിൽ ഡിസൈഡ് വെൻ ഐ ഹാവ് ജസ്റ്റ് സ്ലീപ്. മോനെ നീ കഴിക്കട, അരി കൊണ്ട, ഞാൻ ചോദിച്ചോളൂ എനിക്ക് എന്താ വേണ്ടെന്ന്. അങ്ങനെയാണ് ഈ സെൽഫ് എന്ന് പറഞ്ഞതായിരിക്കുന്ന പോയിന്റ് ഓഫ് റെഫറൻസ് ആണ് നമ്മൾക്ക് ഈ പ്രോബ്ലം എന്ന് പറയുന്നത്. ഒരാൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ പോയിന്റ് ഓഫ് റെഫറൻസ് മാറ്റിയിട്ട് വീണ്ടും വിശ്വാസത്താൽ ദൈവത്തെ പോയിന്റ് ഓഫ് റെഫറൻസ് ആക്കി എടുക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നീ പാപിയാണ്, ഞാൻ സമ്മതിക്കുന്നു. ഞാൻ നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന്, ഞാനത് സമ്മതിക്കുന്നു. ഞാൻ നിന്റെ കർത്താവാണ്, ഞാനത് സമ്മതിക്കുന്നു. അങ്ങനെ ദൈവത്തെ വീണ്ടും കർത്താവിന്റെ പോയിന്റ് ഓഫ് റെഫറൻസ് ആയിട്ട് വീണ്ടും സ്വീകരിക്കുകയാണ്, സ്വയത്തെ മാറ്റി വെച്ചിട്ട്. ഈ സ്വയം എന്ന് പറയുന്നതായിരിക്കുന്ന സെൽഫ് എന്ന് പറയുന്നതായിരിക്കുന്ന പോയിന്റ് ഓഫ് റെഫറൻസ് ആണ്, പരാമർശ ബിന്ദുവാണ് പാപത്തിനുള്ള കാരണം. ജഡമെന്ന് പറഞ്ഞതും അത് തന്നെയാണ്. ആ പഴയ പോയിന്റ് ഓഫ് റെഫറൻസ് നമ്മൾ ഇന്നും ജീവിക്കുകയാണ്. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ സാത്താനെ മനുഷ്യൻ അടിമകളായോ എന്ന് ചോദിച്ചാൽ ഒരളവിൽ അടിമകളായി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സാത്താന്റെ ഇഷ്ടം മനുഷ്യൻ ചെയ്യുന്നോ എന്ന് ചോദിച്ചാൽ സാത്താന്റെ ഇഷ്ടം മനുഷ്യൻ ചെയ്യുന്നു, കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. മനുഷ്യൻ ചെയ്യുന്നതായിരിക്കുന്ന പാപങ്ങളെ മനുഷ്യന്റെ 3 ശത്രുക്കളാണല്ലോ: ലോകം, ജഡം, പിശാച്. അങ്ങനെ 3 ശത്രുക്കളാണുള്ളത്. അതിലൊരു ശത്രുവാണ് പിശാച് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ജഡത്തിനല്ല മറുവില കൊടുത്തത്, ലോകത്തിനും അല്ല മറുവില കൊടുത്തത്, സാത്താനാണെന്ന് പറയാൻ നമുക്കില്ല. കാരണം ഈ മനുഷ്യന് 3 ആ നിലയിലുള്ള ശത്രുക്കളുണ്ട്. ഇതിന് 3നും മനുഷ്യൻ അടിമയായിട്ടാണ് ജീവിക്കുന്നത്. ജഡത്തിന് അടിമകളാണ് കൂടുതൽ ആളുകളും, അല്ലേ? നമ്മളെ ജീവിതത്തിൽ വരുന്ന എല്ലാ കുറ്റങ്ങൾക്കും നമ്മൾ ആരെയാ വഴി പറയുന്നത്? വഴി പറയുന്നത് മിക്കവാറും സാത്താനെയാണ്. അപ്പൊ പൗലോസ് പറഞ്ഞു അങ്ങനെയല്ല, യാക്കോബൊക്കെ പറഞ്ഞു അങ്ങനെയല്ല. നമ്മുടെ മോഹത്താൽ വശീകരിക്കപ്പെടുന്നു, വഞ്ചിക്കപ്പെടുന്നു, അങ്ങനെയല്ലേ? മോഹം ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രസവിക്കുന്നത്. മോഹമാണ്, മോഹം ലസ്റ്റാണ്. അത് ജഡത്തിൻ്റെതാണ് ലസ്റ്റ്. നമുക്കുണ്ടാകുന്ന ദ്രവ്യാഗ്രഹവും നമുക്കുണ്ടാകുന്നതായിരിക്കുന്ന ലൈംഗിക താല്പര്യങ്ങളും നമുക്കുണ്ടാകുന്നതായിരിക്കുന്ന അങ്ങനെ തെറ്റായിരിക്കുന്ന ലൈംഗിക താല്പര്യങ്ങളും നമുക്കുണ്ടാകുന്ന ഒക്കെ നമ്മുടെ ഈ ജഡത്തിൽ നിന്നാണ്. സാത്താൻ നമ്മളെ കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങളുണ്ട്. സാത്താൻ കർത്താവിനെ പരീക്ഷിച്ചപ്പോൾ 3 പ്രധാന പരീക്ഷകളാണല്ലോ കൊണ്ടുവന്നത്. അതിന് സമാനമായ പരീക്ഷകളാണ് സാത്താൻ മനുഷ്യവർഗത്തിന് മേൽ കൊണ്ടുവരുന്നത്. സമാനമായ പരീക്ഷകൾ. അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരുപാട് പരിശോധനകൾ മനുഷ്യന് വരുന്നുണ്ട്. അത് ജഡത്തിൻ്റെതാണ്. പിന്നെ ലോകം, അതുകൊണ്ടാണ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് പറയുന്നത്. അതുകൊണ്ട് സാത്താന് മനുഷ്യന് അടിമകളായി തീർന്നു. അടിമപ്പണം, മോചനപ്പണം സാത്താന് കൊടുത്തു. മനുഷ്യനെ സാത്താനിൽ നിന്ന് മോചിക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന ആശയമൊന്നും ബൈബിൾ പഠിപ്പിക്കുന്ന ആശയമല്ല. പിന്നെ സാത്താൻ നമുക്ക് വലിയ ശത്രുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സാത്താന് കൊടുത്തു എന്നുള്ളതായിരിക്കുന്ന ആശയം തന്നെ ഒരു ദൈവദൂഷണമായ ആശയമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സാത്താന് കൊടുത്തു എന്നുള്ളത് അങ്ങനെ അല്ല. ആർക്ക് കൊടുത്തു എന്ന് ചോദിച്ചാൽ പാപത്തിന്റെ ശിക്ഷയായ മരണം കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു. ആ മരണം, ആ ശിക്ഷ കർത്താവ് മനുഷ്യന് പകരമായിട്ട് ഏറ്റെടുക്കുകയാണ്. അത് ആർക്കെങ്കിലും കൊടുത്തോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ നീതിയെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു തന്റെ ജീവനെ കൊടുത്തു എന്നുള്ള കാര്യം ശരിയാണ്. സാത്താനെ തൃപ്തിപ്പെടുത്താനായിട്ട് കൊടുത്തതല്ല. അപ്പോൾ അങ്ങനെ ഒരു സിദ്ധാന്തമുണ്ട്. ആ സിദ്ധാന്തം നമ്മൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ആ സിദ്ധാന്തത്തിനുള്ള ഗൗരവമായ പ്രശ്നം എന്ന് പറഞ്ഞത്, ഒന്ന്, ദൈവത്തിന് നൽകിയിട്ടില്ലാത്തൊരു അവകാശം നമ്മൾ സാത്താൻ അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രധാനമായ പ്രശ്നമെന്ന് പറയുന്നത്. രണ്ടാമത് അതിനുള്ളതായിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ക്രൂശ് മരണം എന്ന് പറയുന്നത് സാത്താനുമായിട്ടൊരു വിലപേശലായിട്ടല്ല.
ഇരിക്കുന്നത്. ഈ സംവിധാനം, ഈ സിദ്ധാന്തം അനുസരിച്ച് ക്രൂശ് മരണം എന്ന് പറയുന്നത് സാത്താനുമായിട്ടുള്ളൊരു ബലപേശലാണ്. വാസ്തവത്തിൽ സാത്താൻ കർത്താവിനെ ക്രൂശിൽ ബലിയായി തീരാൻ ആഗ്രഹിച്ചോ? കർത്താവ് ബലിയായി തീരണമെന്ന് ആഗ്രഹിച്ചോ? അതോ കർത്താവിനെ ക്രൂശിൽ നിന്നും ഒഴിവാക്കണമെന്നാണോ ആഗ്രഹിച്ചത്? അതൊക്കെ വലിയ ചോദ്യമാണ്. ഗത്സമനയിൽ നടന്നത് എന്താണ്? താൻ രക്തം വിയർത്ത് മരിച്ചു പോകും എന്നുള്ളതായിരിക്കുന്ന ഒരു കാഴ്ച, ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ മരിക്കില്ലെന്നുള്ളത് കർത്താവിന് അറിയാൻ. കാരണം അങ്ങനെ മരിക്കാനല്ല കർത്താവ് വന്നത്. കർത്താവിൻ്റെ മരണത്തെ പറ്റി എല്ലാം മുന്നേ നിശ്ചയിച്ചാണ്. എങ്കിലും അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് വന്നു. ചിലർ പറയുന്നത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കി തരണമെന്ന് പറഞ്ഞത് ഈ ക്രൂശിൽ മരിക്കാനായിട്ട് വന്നവനാണ് ഞാൻ. ഈ ഗത്സമനയിൽ ഇങ്ങനെ രക്തം വീർത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന് അല്ലെങ്കിൽ രക്തധമനികൾ പൊട്ടിമരിക്കേണ്ട ഒരു സാഹചര്യം, കഴിയുമെങ്കിൽ ഇതൊഴിവാക്കി തരാൻ ഞാൻ ക്രൂശിൽ തന്നെ മരിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞതാണ്. അങ്ങനെയാണെന്ന് പറഞ്ഞത് എനിക്കറിയില്ല. ഒരുപാട് തിയറികളൊക്കെ ഇതേക്കുറിച്ചൊക്കെ ഉണ്ട്. പിന്നെ മരിക്കാൻ വേണ്ടി വന്നതായിരിക്കുന്ന കർത്താവ് എൻ്റെ സമയം വന്നില്ല, എൻ്റെ സമയം വന്നില്ല, എൻ്റെ സമയം വന്നില്ല, എൻ്റെ സമയം വന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് മാറ്റി തരണമെന്ന് പറഞ്ഞു എന്ന് പറയാനായിട്ട് എങ്ങനെയാണ് കഴിയുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ വിചാരിക്കുന്നു നീതിമാനായ ദൈവം പാപവുമായി ഒരു ബന്ധമില്ലാത്തതായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ ലോകത്തിൻ്റെ പാപം എല്ലാം കൊണ്ട് കെട്ടിവെക്കുന്നതായിരിക്കുന്ന സമയത്ത് അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? എങ്ങനെയല്ലാതെ എങ്ങനെയാണ് പറയേണ്ടത്? നീതിമാനായ ദൈവത്തിന് പാപവുമായി യാതൊരു ബന്ധമില്ലാത്തവനെ പാപമാക്കാനായിട്ട് പോയപ്പോൾ കഴിയുമെങ്കിൽ ഇത് മാറ്റിത്തരണമെന്ന് പറഞ്ഞെങ്കിലും കർത്താവ് ഉടനെ പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, ഞാൻ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരകനായിട്ട് മരിക്കണമെന്നുള്ളതാണ് നിന്റെ ഇഷ്ടം, അതുകൊണ്ട് അത് തന്നെ നടക്കട്ടെ. അപ്പോൾ കർത്താവിനെ ജസ്റ്റിഫൈ വിൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് പറയുന്ന തിയറികളുണ്ട്, അല്ലാത്ത തിയറികളുണ്ട്. ഏതായാലും ഈ കാൽവറിലെ ക്രൂശിൽ സാത്താനന്തി കർത്താവുമായിട്ടൊരു സംവാദം നടന്നുവെന്നോ അല്ലെങ്കിൽ ഒരു ബലപേശൽ നടന്നുവെന്നോ സാത്താൻ അവസാനം ജയിച്ചു, കർത്താവ് മരിച്ചു എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ആശയം ഒരു വിധത്തിലും നമുക്ക് സ്വീകാര്യമല്ല. യേശു ക്രിസ്തുവിൻ്റെ രക്തം മറുവിലയായി തന്നാൽ മനുഷ്യനെ വിട്ടയക്കാം എന്ന സാത്താവിൻ്റെ ഒരു വ്യവസ്ഥയ്ക്ക് ദൈവം സമ്മതിച്ച് തൻ്റെ പുത്രനെ അങ്ങനെ വിട്ടുകൊടുത്തു എന്ന് വിചാരിക്കുവാനുള്ളതായിരിക്കുന്ന യാതൊരു ന്യായവും തിരുവചനത്തിൻ്റെ ഉപദേശങ്ങളിലില്ല. അങ്ങനെ ചിന്തിക്കുന്നത് ഒരിക്കലും ശരിയല്ല താനും. അതുകൊണ്ട് സാത്താൻ്റെ വ്യവസ്ഥയ്ക്ക് ദൈവം സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സാത്താൻ ഒരിക്കലും ദൈവം ഒരു കാര്യത്തിൽ പോലും സാത്താന് ദൈവം കീഴ്പ്പെട്ടിട്ടില്ല. ആശയം തികച്ചും വചനവിരുദ്ധമാണ്. പിന്നെ മൂന്നാമത് വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് തന്ത്രത്തിലൂടെയും വഞ്ചനയിലൂടെയും ദൈവം സാത്താനെ പരാജയപ്പെടുത്തിയെന്ന ആശയം തികച്ചും അസ്വീകാര്യമാണ്. അതായത് തരാം ഞാൻ പുത്രനെ തരാം, എൻ്റെ മകനെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൊടുക്കാതിരുന്നു മാത്രമല്ല പിന്നെ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതെ, കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് മാത്രമല്ല സാത്താനെ പോലും പിന്നെ ന്യായം വിധിക്കത്തക്കവണ്ണം കർത്താവിനെ സർവ്വത്തിനും മേലധികാരിയായി സകലനാമത്തിനും മീതെയുള്ള നാമം കൊടുത്തു ഇരുത്തിയെന്നൊക്കെ പറയുമ്പോൾ സാത്താൻ വിചാരിച്ചത് കർത്താവിനെ കിട്ടും, കർത്താവിനെ മറുവിലയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ തൻ്റെ അധീനതയിൽ സാത്താനായിരിക്കും, കർത്താവായിരിക്കും എന്നാണ്. പക്ഷെ ദൈവം അവനെ വഞ്ചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവില്ല. തെറ്റ് പറഞ്ഞാൽ എവിടെ ഒരു തെറ്റുകൊണ്ട് തീരെയില്ല. പണ്ടാരോ പറഞ്ഞ പോലെ ഒരു പാവം ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ ഒറ്റ പാവം മാത്രം ചെയ്യാൻ എളുപ്പമല്ല. ആ ഒരു പാവത്തെ സപ്പോർട്ട് ചെയ്ത് നിർത്തണമെങ്കിൽ വേറെ പല പാവങ്ങൾ ചെയ്തെങ്കിലേ നോക്കൂ. അങ്ങനെയാണ്. അതുപോലെ ഒരു തെറ്റായ തിയറി പറയാൻ എളുപ്പമാണ്, പക്ഷെ ഒറ്റ തെറ്റായ തിയറി മാത്രം പറയാൻ എളുപ്പമല്ല. അനേക തിയറികൾ അതോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ പറഞ്ഞ് എങ്കിൽ മാത്രമേ അത് തീരൂ. അപ്പോൾ സാത്താന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവന്, കർത്താവിൻ്റെ രക്തം സാത്താനെ മറുവിലയായിട്ട് ദൈവം കൊടുക്കുകയായിരുന്നു എന്ന് പറയുന്ന തിയറി വചനവിരുദ്ധമായൊരു തിയറിയാണ്. അതിനുള്ള യാതൊരു നീതീകരണവും ദൈവവചനത്തിൽ ഇല്ല. രണ്ടാമതൊരു തിയറി എന്ന് പറയുന്നത് റീക്യാപിറ്റുലേഷൻ തിയറി എന്ന് പറയും. അത് പകരജീവിതം പകരമരണം അതാണ് ചെയ്തത്. അത് ഐറേനിയസ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരാളാണ്. ഐറേനിയസും ഒരു വലിയ മനുഷ്യനായിരുന്നു. അദ്ദേഹം 130 തുടങ്ങി 202 വരെ ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്താൽ ദൈവത്തിൻ്റെ ന്യായമായ അവകാശങ്ങളെ മുഴുവനും തൃപ്തിപ്പെടുത്തും. ആദാം പാപം ചെയ്യാതെ ജീവിക്കേണ്ടിയിരുന്ന ജീവിതം കർത്താവ് ജീവിച്ചു. ആദാം പാപം ചെയ്തതുകൊണ്ട് മരിക്കേണ്ടിയിരുന്ന മരണവും കർത്താവ് മരിച്ചു. അപ്പൊ ഇത് രണ്ടും ചെയ്തപ്പോൾ ജീവിക്കേണ്ട ജീവിതവും ജീവിച്ചു, മരിക്കേണ്ട മരണവും മരിച്ചു. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ എനിക്കിപ്പോൾ തൃപ്തിയായി എന്ന് പറഞ്ഞു. മകനെ, നിന്റെ ജീവിതം കൊണ്ട് ഞാൻ തൃപ്തിയായി, നിന്റെ മരണം കൊണ്ട് ഞാൻ തൃപ്തിയായി. അതാണ് ഈ റീക്യാപിറ്റുലേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് മനുഷ്യൻ ജീവിക്കേണ്ട ജീവിതവും മനുഷ്യൻ മരിക്കേണ്ട മരണവും കർത്താവായ യേശു ക്രിസ്തു
അങ്ങനെ ജീവിക്കുകയും മരിക്കുകയും ചെയ്തു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതം ആദാമിന്റെ ജീവിതത്തിന് പകരമായിരുന്നു എന്നാണ് ഈ ആവർത്തന സിദ്ധാന്തം എന്ന് പറയുന്ന സിദ്ധാന്തം അതാണ് പറയുന്നത്. യേശു ക്രിസ്തു ജീവിച്ചതായിരിക്കും, ജനനം മുതൽ മരണം വരെ യേശു ക്രിസ്തു ജീവിച്ചത് ആദാമിന് പകരമുള്ള ജീവിതമായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു ഉപദേശം ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ? മനുഷ്യവർഗം ചെയ്തതായിരിക്കുന്ന പാപത്തിന് പകരക്കാരനായി തീർന്നു എന്നല്ലാതെ ആദാം ജീവിക്കേണ്ടിയിരുന്ന ആ ജീവിതത്തിന് പകരമായിട്ട് കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചു എന്ന്. ആദാം ജീവിക്കേണ്ടിയിരുന്ന ജീവിതത്തിന് പകരമല്ല കർത്താവ്, പിന്നെ ആദാം ചെയ്ത പാപത്തിന് പകരമായിട്ടാണ് കർത്താവ് മരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി സിദ്ധാന്തമേ നമുക്ക് സ്വീകരിക്കാനൊക്കെ. ആദാം ചെയ്ത പാപത്തിന് പകരക്കാരനായിട്ട് കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. പാപത്തിന് ശിക്ഷയായിരിക്കുന്ന മരണം കർത്താവ് ഏറ്റെടുക്കുക വഴി ദൈവത്തിന്റെ നീതി നിവൃത്തിയായി, ദൈവത്തിന്റെ നീതിയെ തൃപ്തിപ്പെടുത്തി എന്നല്ലാതെ മറ്റത് കൂടുതൽ നമുക്ക് പറയാനായിട്ട് പ്രയാസമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ആദാമിന്റെ മനുഷ്യത്വത്തോടുകൂടെ ക്രിസ്തു ജനിച്ചു എന്നും മനുഷ്യവർഗത്തിന്റെ അനുസരണക്കേടിന് തൻ്റെ അനുസരണം പകരമായി എന്നുമാണ് ഐറേനിയസ് ഒക്കെ പഠിപ്പിച്ചത്. അതെ, ആദാമിന്റെ മനുഷ്യത്വത്തോടുകൂടെ ക്രിസ്തു ജനിച്ചു. ആദാമിന്റെ മനുഷ്യത്വത്തോടുകൂടെ ക്രിസ്തു ജനിച്ചു എന്ന് പറയുന്നതായിരിക്കുന്ന സിദ്ധാന്തത്തിന് തന്നെ ഒരു തെറ്റുണ്ട്. കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ മനുഷ്യനായി തീർന്നു. പക്ഷേ കർത്താവ് ഒരിക്കലും ആദാമിന്റെ സന്തതിയായിരുന്നില്ല. കർത്താവിന് ഒരിടത്തും കർത്താവിന്റെ വംശാവലി പറയുന്നിടത്ത് ഒരിടത്തും ആദാം വരുന്നില്ല. പറഞ്ഞു വരുമ്പോൾ ഒരു പുരുഷനെ വരുന്നില്ല, ജോസഫിനെ വരുന്നില്ല, പിന്നെ കന്യകമറി, ജോസഫിന്റെ ഭാര്യയായിരുന്ന കന്യകമറിയിൽ നിന്നും ജനിച്ചു എന്നല്ലോ. അതെ, ആദാമിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്ത യേശു ക്രിസ്തു എന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ ഭാഗം. ആദാമിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജനിച്ചതുപോലെ തന്നെയാണ് കർത്താവ് ഒരു പുരുഷനും സ്ത്രീയുമായുള്ള ബന്ധത്തിലാണ് ജനിച്ചതെന്ന് പറയാനായിട്ട് സാധിക്കില്ലല്ലോ. അങ്ങനെയില്ലല്ലോ, പുരുഷ ബന്ധത്തിലല്ലല്ലോ ജനിച്ചത്. അതുകൊണ്ട് തന്നെ ആദാമിനെ പറ്റി വേദശാസ്ത്രപരമായിട്ട് പറയുമ്പോൾ അവൻ മനുഷ്യവർഗത്തിന്റെ സന്തതിയാണെന്നുള്ള കാര്യം ശരിയാണ്. കാരണം മനുഷ്യവർഗം എന്ന് പറയുന്നതിൽ ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ട്. ആദാം മാത്രമല്ല, ആദാം എന്ന് പറയുന്നത് അവർക്ക് ആദാമെന്ന് പേരിട്ടു. അങ്ങനെയാണല്ലോ യേശു ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്ന അവർക്ക് ആദാമെന്ന് പേരിട്ടു. അവനെന്ന അവർക്ക് അല്ല, അവന് ആ പേരിട്ടെന്നല്ല, അവർക്ക് ആദാമെന്ന് പേരിട്ടു. അവർക്ക് ആദാമെന്ന് പേരിട്ടു. ആർക്ക്? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ആദാമെന്ന് പേരിട്ടു. ആദാമെന്ന് പറഞ്ഞ പേര് ജനറിക് നെയിമാണ്, മനുഷ്യവർഗത്തിനുള്ളതായിരിക്കുന്നത് ജനറിക് നെയിമാണ്. അത് ആദാമിനുള്ള പേഴ്സണൽ നെയിം കൂടെ ആണെന്നുള്ള കാര്യം ശരിയാണെങ്കിലും ഉൽപ്പത്തി 5-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, 5:2. അതെ, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു, അവരെ അനുഗ്രഹിച്ചു, അവർക്ക് ആദാമെന്ന് പേരിട്ടു. അപ്പൊ ആദാമിൽ ഒരു മിസ്റ്ററും ഉണ്ട്, ആദാമിൽ ഒരു മിസ്സസും ഉണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവാണ് യോസഫ് എന്ന് പറയാനായിട്ട് ഒരിക്കലും സാധിച്ചില്ല. അത് കർത്താവ് യെരൂശലേം 12-ാമത്തെ വയസ്സിൽ യെരൂശലേം ദൈവാലയത്തിൽ അങ്ങനെ തങ്ങി അവരെ കർത്താവിനെ കൂടാതെ പോയി. 3 ദിവസം കഴിഞ്ഞ് കർത്താവിനെ തിരിച്ച് കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ മറിയ ഒരു പ്രസ്താവന കർത്താവിനോട് പറയുന്നുണ്ട്, ഞാനും നിന്റെ അപ്പനും. ഉടനെ കർത്താവ് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന് പോലെ തിരിക്കേണ്ടതാവുന്നു, ഞാൻ എൻ്റെ പിതാവിന്റെ പോലെ തിരിക്കേണ്ടതാവുന്നു. ഞാനും നിന്റെ അപ്പനും നിന്റെ പിതാവും നിന്നെ അന്വേഷിച്ച് നടന്നു എന്ന് പറഞ്ഞ എന്താ പറയുന്നത്? ഞാൻ എൻ്റെ അപ്പന്റെ ഭവനത്തിലാണ് ഇരിക്കേണ്ടത്. ഞാൻ സ്വർഗത്തിലെ പിതാവാണ് എൻ്റെ പിതാവ്. അപ്പോ ഒരു പുരുഷന്റെ സ്ഥാനത്ത് ആര് നിന്നു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയൊന്നുമില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ പ്രവർത്തനത്തിലാണെങ്കിലും പരിശുദ്ധാത്മാവ് ഒരു പുരുഷന്റെ സ്ഥാനത്തല്ല നിന്നത്, ഒരിക്കലുമല്ല. അങ്ങനെ പറയാനായിട്ട് ഒക്കുകയില്ല. പുരുഷന്റെ ബീജം പരിശുദ്ധാത്മാവാണ് സപ്ലൈ ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ ദുരുപദേശമായി വരും. പ്രത്യേകമായിരിക്കുന്ന ഒരു വർക്ക്, അങ്ങനെ. അതെ, മറിയയുടെ ഓവത്തിനെ സാങ്ക്ടിഫൈ ചെയ്തു. ആ ഓവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡധാരണം നടക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. അതിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറയാനായിട്ട് ഇടയാകും. അധികം പറയാതിരിക്കുകയാണ് ഒരുപക്ഷെ നല്ല. അത്രയൊക്കെ പറഞ്ഞ് നിർത്തുകയാണ് നല്ലത്. അപ്പൊ അതുകൊണ്ട് ആദാമിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു എന്നുള്ള കാര്യം ശരിയാണെങ്കിലും ആദാമിന്റെ മകനായിട്ടല്ല ജനിച്ചത്. 2 സന്തതി എന്ന് പറഞ്ഞാൽ 2 വംശങ്ങളേ ഉള്ളൂ. ആദാമി വംശവും പിന്നെ ക്രിസ്തുവിന്റെ വംശവും. ക്രിസ്തു ജഡത്തിൽ ജനിച്ചത് ഈ ആദാമ്യ വംശത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ജനിച്ചത്. എന്നാൽ അതേസമയം തന്നെ ആദാമ്യ പാപത്തിൽ പങ്കാളിയാവുകയും ചെയ്തില്ല. ആ നിലയിൽ മനുഷ്യവർഗവുമായിട്ട് തനിക്ക് ബന്ധമുണ്ട്, എന്നാൽ ആ ബന്ധത്തിൽ ഒരു വ്യത്യാസം ഉണ്ട് താനും. അപ്പോ
ഈ സിദ്ധാന്തങ്ങളൊക്കെ ആ സിദ്ധാന്തത്തിന്റെ പ്രധാനമായ പ്രശ്നമെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ പാപമില്ലാത്ത സ്വഭാവത്തെ ഇവർ അംഗീകരിക്കുന്നില്ലെന്ന്. ഐറേനിയസ് ഇവരൊന്നും അംഗീകരിക്കുന്നില്ല. അതാണ് എൻ്റെ പ്രധാനം. യേശുക്രിസ്തു നമുക്ക് സമാനമായിരിക്കുന്ന ജഡമാണ് സ്വീകരിച്ചത്. നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രശ്നമുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം കർത്താവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നതാണ്. പിന്നെ ഒരു വ്യത്യാസമേ ഉള്ളൂ, നമ്മുടെ പ്രശ്നം കൊണ്ട് നമ്മൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നു. കർത്താവ് പ്രശ്നം കൊണ്ട് കർത്താവ് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. പാപസ്വഭാവം ഉണ്ടായിരുന്നെങ്കിലും പാപം ചെയ്തില്ല. നമ്മൾ പാപസ്വഭാവം കൊണ്ട് പാപം ചെയ്യുന്നു. അതുകൊണ്ട് ഈ സാക്വിന എന്നൊക്കെ പറഞ്ഞതായിരിക്കുന്ന ആളുകളൊക്കെ വലിയ ആളുകളാണ്, നല്ല ആളുകളാണ്. അവരൊക്കെ പറഞ്ഞത് അത് തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ സാക്ഷാൽ പ്രതിനിധിയാണ്. അത് ശരിയാണ്, സാക്ഷാൽ പ്രതിനിധിയാണ്. നമുക്കുള്ളതെല്ലാം കർത്താവിനും ഉണ്ടായിരുന്നു. കാരണം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയായി. ജഡമെന്ന് പറയുന്ന ബൈബിളിൽ എല്ലായിടത്തും പാപമാണ്. അതുകൊണ്ട് ജഡരക്തങ്ങളോട് കൂടിയവനായി എന്ന് പറഞ്ഞാൽ മക്കൾ പാപസ്വഭാവം ഉള്ളവരായതുകൊണ്ട് അവനും അവരെ പോലെ പാപസ്വഭാവം ഉള്ളവനായിത്തീർന്നു. പക്ഷേ എബ്രായ ലേഖനക്കാർ പറഞ്ഞു പാപം ഒഴികെ സകലത്തിൽ. അവരത് പറയുന്ന പാപം ചെയ്യുന്നത് ഒഴികെ സകലത്തിൽ. പാപം ഒഴികെ എന്നുള്ളതിന് പാപം ചെയ്യുന്നത് ഒഴികെ. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി ചുറ്റി വളഞ്ഞൊക്കെ കാര്യങ്ങളൊക്കെ പറയേണ്ടതായിട്ട് ആവശ്യമായിട്ടൊക്കെ വരും. കർത്താവായ യേശു ക്രിസ്തുവിന് പാപസ്വഭാവം ഉണ്ടായിരുന്നില്ല. താനെ മനുഷ്യത്വം എടുത്തെങ്കിലും താനെ പാപസ്വഭാവം എടുത്തില്ല. പാപസ്വഭാവം കൂടാതെ മനുഷ്യത്വം എടുക്കാമെന്ന് ചോദിച്ചാൽ എടുക്കാം. കാരണം എന്താ? ആദാമിനെ സൃഷ്ടിച്ചതാണ്ട് ആദാം മനുഷ്യനായിരുന്നില്ലേ? ഫുൾ മാൻ ആയിരുന്നില്ലേ? പക്ഷേ പാപസ്വഭാവം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ആദാമിനെ സൃഷ്ടിച്ചതാണ്ട് ആദാമിന് പാപം ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല. പക്ഷെ മനുഷ്യനായിരുന്നില്ലേ? മനുഷ്യനായിരുന്നു. അപ്പൊ മനുഷ്യനാകാൻ പാപം ഉണ്ടല്ലോ. പാപം എന്ന് പറയുന്നത് സിൻ ഈസ് ആൻ എൻക്രോച്ച്മെന്റ് അപ്പോൺ ഹ്യൂമൻ നേച്ചർ. സിൻ ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഹ്യൂമൻ നേച്ചർ. മനുഷ്യ സ്വഭാവത്തിന്റെ ഏതാണ് അവിഭാജ്യ ഘടകമല്ല പാപം എന്ന് പറയുന്നത്. മനുഷ്യ സ്വഭാവത്തിന്റെ വ്യക്തിത്വത്തിന് കടന്നാക്രമിച്ചു വന്നതായിരിക്കുന്ന ഒരു എൻക്രോച്ച്മെന്റ് ആണ് പാപം എന്ന് പറയുന്നത്. അപ്പോൾ ആ എൻക്രോച്ച്മെന്റ് മനുഷ്യനായി തീരുവാനായിട്ട് കർത്താവ് ഏറ്റെടുക്കേണ്ടതായിരിക്കുന്ന ആവശ്യമൊന്നുമില്ല. അപ്പോ അങ്ങനെ പറയുമ്പോ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ വില കൊടുത്ത് കുറച്ച് കാണിക്കുന്നതായിരിക്കുന്ന ഒരു സിദ്ധാന്തമായിട്ടാണ് അത് ഇരിക്കുന്നത്. പിന്നെ മൂന്നാമതുള്ളതായിരിക്കുന്ന ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നിയമപ്രീണന സിദ്ധാന്തം, ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ ലോ തിയറി. അംബ്രോസ്, ഹിലാരി മുതലായിരിക്കുന്ന ലാറ്റിൻ ചർച്ച് ഫാദേഴ്സ്, ലത്തീൻ പിതാക്കന്മാര് ആണ് ഇത് പഠിപ്പിച്ചത്. 4-ാം നൂറ്റാണ്ടിലാണ് അവർ ജീവിച്ചത്. അവരെന്താ പഠിപ്പിച്ചത്? പാപം നിയമരാഹിത്യം ആകിയാൽ പാപപരിഹാരത്തിന് നിയമപ്രീണനം അനിവാര്യമാണ്. നിയമലംഘനമാണ് പാപം. അതുകൊണ്ട് നിയമപ്രീണനം വഴി മാത്രമേ പാപപരിഹാരം വരൂ. അതുകൊണ്ട് നിയമലംഘനത്തിനെതിരെ ദൈവത്തിന് കണ്ണടയ്ക്കുവാൻ കഴിയുകയില്ല. പാപത്തിന് ശമ്പളം മരണമാണ് എന്ന് പ്രമാണം മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപ് തന്നെ നിയമിച്ചാക്കിയ പ്രമാണമാണെന്നാണ് പറയുന്നത്. പാപം ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയ ഒരു പ്രമാണമല്ല പാപത്തിന് ശമ്പളം മരണമാണെന്നുള്ളത്. ദൈവം നിത്യതയിലെ വെച്ച ഒരു പ്രമാണമാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് അവർ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നിയമത്തെ തൃപ്തിപ്പെടുത്തുക, അതാണ് നിയമപ്രീണനം എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മനുഷ്യൻ ലംഘിച്ചതായിരിക്കുന്ന എല്ലാ ലംഘനങ്ങളെയും കർത്താവായ യേശു ക്രിസ്തു തന്റെ മരണത്തിലൂടെ ദൈവത്തെ തൃപ്തിപ്പെടുത്തും. ഏതെല്ലാം കാര്യങ്ങളിലാണോ മനുഷ്യൻ, ആ കാര്യങ്ങളിലെല്ലാം കർത്താവ് നിയമം അനുസരിക്കുക വഴി. ആ നിയമം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിയമമാണെങ്കിൽ ദൈവത്തിന്റെ നിയമം നടത്തുവാനായിട്ട് കടപ്പെട്ട ആളുകളാണ് മഹാപുരോഹിതൻ എന്നാ പറയുന്നത്. മഹാപുരോഹിതനാണ്. അപ്പോ മഹാപുരോഹിതൻ നൽകിയതായിരിക്കുന്ന ശിക്ഷ എന്താണോ ആ ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു എന്തെല്ലാം ആണ് ഇവൻ ദൈവദൂഷണം പറയുന്നു പറഞ്ഞു. മനുഷ്യൻ ചെയ്യുന്ന വലിയ പാപമാണ് ദൈവദൂഷണം. അതും കർത്താവിന്റെ പേര് ആരോപിച്ചു. ദൈവമായിരിക്കെ തന്നെ തന്നെ മനുഷ്യനായിരിക്കെ തന്നെ ദൈവമാക്കി. മനുഷ്യനും അതല്ലേ ചെയ്തത്. മനുഷ്യൻ ദൈവത്തെ പോലെ ആകുക എന്നുള്ളതല്ലേ. അങ്ങനെ നിയമലംഘനം ഏതെല്ലാം വീട്ടിലുണ്ടോ ആ വഴികളിലെല്ലാം കർത്താവ് നിയമത്തെ തൃപ്തിപ്പെടുത്തി. അങ്ങനെയൊന്നും ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അതെ, അതൊക്കെ നല്ല നല്ല തിയറികളാണ്. ദാനിയേൽ 6-ാം അധ്യായത്തിലെ ദാര്യാവേശിന്റെ സ്ഥിതിയിലായി തീർന്നാ പറയുന്നത്. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുവാൻ ഒട്ടും ആഗ്രഹിക്കാത്ത രാജാവ് താൻ പ്രഖ്യാപിച്ച നിയമത്തെ തൃപ്തിപ്പെടുത്തുവാനായി രാത്രി മുഴുവൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഇല്ലേ? രാവിലെ വന്ന് സിംഹക്കുഴിയുടെ പുറത്ത് വന്ന് ദാനിയേലേ നിന്നെ ദൈവം രക്ഷിച്ചോ എന്ന് നോക്കി. അതുപോലെ ആ ദൈവം ചെയ്തതെന്നാ പറയുന്നത്. കർത്താവിനെ രക്ഷിക്കാനായിട്ട് ദൈവം രാത്രി മുഴുവൻ ഉറങ്ങിയില്ല. ദൈവം ഉറക്കമില്ലാതെ തൻ്റെ പുത്രനെ കൈവിട്ടതിലുള്ള ഭയങ്കര ദുഃഖം. കാരണം നിയമത്തിന്റെ പ്രീണനത്തിന് വേണ്ടിയാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ് നിയമത്തെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത്.
അപ്പോ ദാര്യാവേശ രാജാവ് അത് തന്നെ ഇത് നിയമം. പാർസികളുടെ നിയമം എന്ന് പറഞ്ഞാൽ, മേദ്യ പാർസികളുടെ നിയമം എന്ന് പറഞ്ഞാൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ലംഘിക്കാൻ ഒക്കില്ല. അപ്പൊ ദാനിയേലിനെ എന്ത് ചെയ്തേ വെക്കൂ? സിംഹക്കുഴിയിൽ ഇട്ടേ വെക്കൂ. പക്ഷെ സിംഹക്കുഴിയിൽ ഇടുക എന്ന് പറയുന്നത് നിയമത്തിന്റെ പ്രകടനമാണ്. കാരണം ആളുകൾ വന്ന് പറഞ്ഞതാണ് മേർസിപ്പാസിന്റെ നിയമം എന്ന് പറഞ്ഞാൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാജാവ് നിനക്ക് അതിന് ലംഘിക്കാൻ ഒക്കില്ലെന്ന് പറഞ്ഞു. രാജാവ് കൊണ്ടിട്ടോളാൻ പറഞ്ഞു. പക്ഷേ രാത്രി മുഴുവൻ രാജാവ് എന്ത് ചെയ്തില്ല? ആഹാരവും കൊണ്ടുവന്നില്ല, രാജാവിന്റെ സ്ത്രീകളെയും കൊണ്ടുവന്നില്ല. രാത്രി മുഴുവൻ രാജാവ് ദുഃഖിച്ച് കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ദാനിയേലിനെ രക്ഷിക്കണമെന്ന്, നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ദൈവവും പുത്രനമ്പുരാനോട് പറഞ്ഞു ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അവസാനം പിതാവിനെ രക്ഷിച്ചു. തിയറികളൊക്കെ അല്ലേ? തിയറികളൊക്കെയാ. കർത്താവ് നിയമത്തെ തൃപ്തിപ്പെടുത്തി എന്നുള്ള കാര്യം ശരിയാകട്ടോ. കർത്താവ് നിയമത്തെ തൃപ്തിപ്പെടുത്തി. പക്ഷേ രസകരമായ ഒരു കാര്യം നമുക്കറിയാവുന്നതുണ്ട്. യഹൂദന്മാരും ഈ പരീശന്മാരും ശാസ്ത്രിമാരും കർത്താവുമായിട്ട് ഏറ്റുമുട്ടിയത് എപ്പോഴും ഏതിനെ ചൊല്ലിയാണ്? നിയമം ലംഘിച്ചു, ന്യായപ്രമാണത്തിൽ ലംഘിച്ചു എന്നുള്ളതാണ്. എപ്പോഴും അതായിരുന്നു. നീ ശാബത്ത് ലംഘിക്കുന്നു, അത് ലംഘിക്കുന്നു. കർത്താവ് വാദത്ത് അതെല്ലാം ലംഘിച്ചു. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കുഷ്ഠരോഗികൾക്ക് സമൂഹത്തിൽ വരാൻ പാടില്ലെന്ന് പഴയ നിയമത്തിലെ വ്യക്തമായ പ്രമാണം അല്ലേ? കുഷ്ഠരോഗികൾക്ക് ആർക്കും സമൂഹത്തിൽ വരാൻ ഒക്കില്ല. ഒരു കുഷ്ഠരോഗിയെ ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ, ഒരു കുഷ്ഠരോഗി ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? അവൻ അശുദ്ധനായിട്ട് മാറി ഒരു ദിവസം 2 ദിവസം എത്ര ഇരിക്കണം. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കുഷ്ഠരോഗി വരുന്ന സമൂഹത്തിൽ വരികയും ചെയ്യുന്നു, കർത്താവിനെ തൊട്ട് സൗഖ്യമാക്കുകയും ചെയ്യുന്നു. പക്ഷേ കർത്താവ് അശുദ്ധനായോ? അപ്പോൾ കർത്താവ് തന്നെ കൊടുത്തതായിരിക്കും നിയമം കർത്താവ് എന്ത് ചെയ്തു? ലംഘിച്ചു. കർത്താവ് തന്നെ ലംഘിച്ചു. അപ്പൊ കർത്താവ് നിയമം ലംഘിച്ചല്ലേ? അപ്പൊ നിയമത്തിന്റെ പ്രകടനമാണോ കർത്താവ് നടത്തിയത് എല്ലായിടത്തും? അങ്ങനെയല്ല. അങ്ങനെയല്ല കർത്താവ് നടത്തി. പല നിയമങ്ങളെയും കർത്താവ് എപ്പോഴെങ്കിലും നിയമം ലംഘിച്ചോ എന്ന് ചോദിച്ചാൽ ലംഘിച്ചില്ല. എന്റെ കാരണം എന്താണ്? നിയമകർത്താവിന് നിയമം ലംഘിക്കാൻ ഒക്കില്ല. നിയമകർത്താവിന് നിയമം ബാധകമല്ല. നിയമം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. കർത്താവ് ചോദിച്ചില്ലയോ? ടാക്സ് കൊടുക്കുന്ന ആരാ? കരം കൊടുക്കുന്ന ആരാ? രാജകുമാരന്മാർ കരം കൊടുക്കുമോ? അപ്പൊ കരം കൊടുക്കട്ടെ, കിട്ടുന്ന ആദായത്തിന്റെ എല്ലാം ഇത്ര ശതമാനം ഗവൺമെന്റിൽ കരം അടയ്ക്കട്ടെ എന്ന് പറയാൻ രാജാവ് ഉണ്ടാക്കിയ പ്രമാണം ആർക്ക് ബാധകമല്ല? രാജാവിനും മക്കൾക്കും ബാധകമല്ല. രാജാവിന്റെ മക്കൾക്കും ബാധകമല്ല. അത് മറ്റുള്ളവർക്കേ ബാധകമുള്ളൂ. അതുപോലെയാണ് കർത്താവ് ഉണ്ടാക്കിയതായിരിക്കുന്ന പ്രമാണങ്ങളൊന്നും കർത്താവിന് ബാധകമല്ല. അപ്പൊ കർത്താവ് തന്നെ പറഞ്ഞു, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു ഇല്ലേ? ശാബത്ത് ലംഘിച്ചു എന്നുള്ളതിന് കർത്താവ് കൊടുത്ത ഉത്തരവ് എന്താണ്? പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കേണ്ടതല്ലേ എന്ന്. അപ്പൊ ശാബത്ത് എന്ന് പറഞ്ഞ പ്രമാണം ദൈവത്തിനുണ്ടോ? ഇല്ല. ദൈവം 6 ദിവസം പ്രവൃത്തി ചെയ്തു, 7-ാം ദിവസം ദൈവം നിവൃത്തനായി. അതുകൊണ്ട് ദൈവം ശാബത്ത് സ്ഥാപിച്ചു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ നിരന്തരമായി എല്ലാ 7-ാം ദിവസവും ദൈവത്തിന് അങ്ങനെ ദിവസം ഉണ്ടോ എന്നും ചോദിക്കരുത്. ദിവസം ഉണ്ടെങ്കിൽ എല്ലാ 7-ാം ദിവസവും ശാബത്ത് നോക്കുന്നവനാണോ പിതാവായ ദൈവം? അല്ല. അങ്ങനത്തെ ആശയമില്ല. അപ്പോൾ ഈ പ്രീണന സിദ്ധാന്തങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒന്നും അങ്ങനെ ശരിയായിരിക്കുന്ന സിദ്ധാന്തങ്ങൾ തീർച്ചയായിട്ടുമല്ല. എന്ന് മാത്രമല്ല, ഗലാത്യലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം അവരുപയോഗിക്കുന്ന ഒരു വാക്യമാണ്. എന്താ വാക്യം പറയുന്നത്? ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. പക്ഷെ വിലയ്ക്ക് വാങ്ങുവാൻ കർത്താവ് എന്താ ചെയ്തത്? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്ന പോലെ കർത്താവ് എന്ത് ചെയ്തു? മരത്തിന്മേൽ തൂങ്ങി, ക്രൂശിൽ തൂങ്ങി മരിച്ചു. അപ്പൊ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തൂങ്ങി മരണം അത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു തൂങ്ങി മരണമായിരുന്നു. അവർ പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയൊരു തൂങ്ങി മരണമായിരുന്നു. ദൈവം ആ കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് മരണത്തിൽ പ്രസാദിച്ചില്ലെന്ന് പറയാൻ നോക്കുമോ? പക്ഷേ കാൽവരിലെ ക്രൂശിലല്ല പറഞ്ഞ ഞാൻ ഇവരിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. പിന്നെ എപ്പോഴാണ് പറഞ്ഞത്? കർത്താവിന്റെ കാൽവരി ക്രൂശിൽ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല, ഞാൻ നിന്നെ പ്രസാദിച്ചിരിക്കുന്നു, നീ നിന്റെ മരണത്തിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊന്നും ഇല്ല. അവിടെ നിശബ്ദതയാണ് ഉണ്ടായത്. പിതാവായ ദൈവം പ്രസാദിച്ചപ്പോഴാണ് യോർദാൻ നദിയിൽ മുങ്ങാൻ നേരം പ്രസാദിച്ചു ഇല്ലേ? മരുഭൂമിയിൽ പ്രസാദിച്ചു, ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അതുപോലെ തന്നെ ഗത്സമനയിൽ പറഞ്ഞു, എന്നെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞു. പക്ഷെ കാൽവരിലെ ക്രൂശിൽ പിതാവായ ദൈവത്തിന്റെ ശബ്ദം ഒന്നും കേട്ടില്ല, ഒരു ശബ്ദവും കേട്ടില്ല. കേട്ടെങ്കിൽ അത് ഇടിമുഴക്കമായിട്ടും മിന്നലായിട്ടും ഒക്കെയാണ് കേട്ടത്, അല്ല ഒന്നും കേട്ടില്ല. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിലെ ബലി പിതാവിനെ പ്രസാദിപ്പിക്കാനുള്ള ബലിയായിരുന്നുവോ അതോ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി മറുവിലയായി താൻ തീരുകയായിരുന്നു? ആ മറുവിലയിൽ ദൈവം പ്രസാദിച്ചോ എന്ന ചോദ്യത്തിന് ഉവ്വ് എന്ന് തന്നെയാണ് ഉത്തരം. പ്രസാദിച്ചില്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പ് നടക്കൂലെന്ന് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നീതി എവിടെ നിവർത്തിക്കപ്പെട്ടു, ദൈവത്തിന്റെ നീതി എവിടെ വൃത്തിയാക്കപ്പെട്ടു എന്നുള്ള കാര്യം ശരിയാണ്. അപ്പോൾ
ഒരളവിൽ പറഞ്ഞാൽ നിയമപ്രകടനം എന്ന് പറയുന്നത് അവിടെ ഒരളവിലുണ്ട്. അതായത് ദൈവത്തിന്റെ നിയമങ്ങളെ എല്ലാം കർത്താവ് തന്റെ ജീവിതം കൊണ്ട് പക്ഷെ ഇവരിത് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് വരും. അപ്പൊ പിന്നെ ദൈവം ന്യായപ്രമാണത്തിന്റെ സകല നിയമങ്ങളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ 33 വർഷത്തെ ജീവിതം കൊണ്ട് പ്രീതിപ്പെടുത്തിയത് കൊണ്ട് ഇനി നമുക്ക് ന്യായപ്രമാണത്തിന്റെ യാതൊരു പ്രവൃത്തിയും ചെയ്യാനുള്ള കടപ്പാട് ഇല്ല. അതെല്ലാം പാപത്തിന് വേണ്ടി ഇനി ഒരു മനുഷ്യൻ മരിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാവധി എന്ന് പറഞ്ഞാൽ നിത്യ ശിക്ഷാവധി ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതകാലത്ത് പാപത്തിന്റെ എല്ലാ ന്യായപ്രമാണത്തിന്റെ എല്ലാ ഡിമാൻഡുകളും തൃപ്തിപ്പെടുത്തിയതുകൊണ്ട് നമുക്കിനി ന്യായപ്രമാണത്തിന്റെ ഒരു ഡിമാൻഡിനെയും തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല. മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ കീഴേ അല്ലെന്നുള്ള കാര്യം നമുക്ക് ബുദ്ധിമുട്ടിൽ കർത്താവ് എത്ര പ്രാവശ്യം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ മോറൽ ലോയിൽ നിന്നെല്ലാം നമുക്ക് കൂടുതൽ കിട്ടിയെന്നാണോ? വിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഇതിലൊന്നും നമുക്കിനി ഭാഗമല്ല. അങ്ങനെയുള്ള അർത്ഥമില്ല. പിന്നെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം വെച്ചിരുന്ന ന്യായപ്രമാണത്തിന്റെ ഒരുപാട് നിയമങ്ങളുണ്ട്. സെറിമോണിയൽ നിയമങ്ങളുണ്ട്. മോറൽ നിയമങ്ങളല്ല, സെറിമോണിയൽ നിയമങ്ങളുണ്ട്. പരിച്ഛേദന തുടങ്ങി ഇങ്ങോട്ട് തുടങ്ങുക. മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി പഴയ നിയമകാലത്ത് രക്ഷയ്ക്ക് വേണ്ടി അതുകൊണ്ട് മനുഷ്യൻ രക്ഷിക്കാൻ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചില്ല, പാപബോധം കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. അത് നമുക്കറിയാം. എങ്കിലും അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാ ജീവിക്കുമെന്നല്ലേ? അതേക്കുറിച്ച് പിന്നെ പറയുന്നത് ചെയ്യാൻ കഴിയുന്ന, പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം കൊടുത്തിരുന്നുവെങ്കിൽ മനുഷ്യൻ പ്രവർത്തിച്ചതിന്. പക്ഷേ ചെയ്യാൻ കഴിയാത്തൊരു ന്യായപ്രമാണം കൊടുത്തത് ഒരു മനുഷ്യൻ എത്ര ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചാലും ശരിയല്ല. അവനങ്ങനെ ഓരോ നിയമവും ഇങ്ങനെ പാലിച്ച് ടിക്ക് മാർക്ക് ചെയ്ത് പോയി അവസാനം എന്ത് ചെയ്യും? അവസാനം അവന് ഒന്നിനും ജയിക്കില്ല. കാരണം എന്താ? നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ്. സാധിക്കുമോ? ഏതെങ്കിലും മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. അപ്പോ ആദ്യത്തെ 4 കൽപ്പനകളുടെ സാരാംശം അതാണ്, ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളത്. അപ്പൊ അതിൽ തന്നെ ക്രോസ് മാർക്ക് ഇട്ട് കഴിഞ്ഞു. നിന്നെ കൊണ്ട് സാധിക്കുകയില്ല. യങ് റൂളർ വന്നു കർത്താവിൻ്റെ അടുക്കൽ. ധനവാനായ മനുഷ്യൻ വന്നു. നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവിലെ കാര്യങ്ങൾ പറഞ്ഞു, ന്യായപ്രമാണം പാലിക്കാൻ പറഞ്ഞു. ഞാനതെല്ലാം ചെറുപ്പത്തിലേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താ ചെയ്യുന്നത്? കർത്താവ് പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നുപോലും ആദ്യത്തെ 4 കൽപ്പനയെ കുറിച്ച് പറഞ്ഞില്ല. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, ആദിയായ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞ അങ്ങനെ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞു. നിന്റെ സഹോദരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുന്നല്ലേ? നിന്റെ ചുറ്റുപാടും ദരിദ്രരായിട്ടുള്ള ഒരുപാട് ആളുകളില്ലേ? കിടപ്പാടും ഇല്ലാത്ത ആളുകളില്ലേ? ഇല്ലേ? നീ നിനക്കുള്ള വിറ്റ് കൊടുക്കുക. നിന്റെ സാധിച്ചില്ല. പറഞ്ഞു, നിനക്ക് ഈ അവസാനത്തെ 6 കൽപ്പനകൾ നിനക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, പിന്നെ ആദ്യത്തെ 4 കൽപ്പനകൾ നീ എങ്ങനെ ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞില്ല. പക്ഷെ അവൻ അന്നേരമേ ദുഃഖിച്ച് പൊക്കളഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവനൊരു കാര്യം മനസ്സിലായി. എൻ്റെ സഹോദരനെ എന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ലെങ്കിൽ ന്യായപ്രമാണത്തിലെ അതിപ്രാധാന്യമുള്ള ഒന്നാമത്തെ 4 കൽപ്പനകൾ 10 കൽപ്പന 2ആയിട്ടാണല്ലോ. നിന്റെ ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണം? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും. സഹോദരനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? നിന്നെ പോലെ തന്നെ. കാരണം സഹോദരനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ സ്നേഹിച്ചാൽ സഹോദരാരാധനയായിട്ട് മാറും. അത് വിഗ്രഹാരാധനയുടെ വേറെ ഒരു മനുഷ്യാരാധനയായിട്ട് മാറും. ദൈവത്തിന് മാത്രമേ പൂർണ്ണ ഹൃദയവും പൂർണ്ണാത്മാവും പൂർണ്ണ ശക്തിയും കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിന്നെ പോലെ തന്നെ നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തത് എങ്ങനെയാ പിന്നെ പൂർണ്ണമായിട്ട് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ കൽപ്പന അവിടെ സാധിക്കില്ല. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താനാണ് കർത്താവിന് മാത്രമേ സാധിച്ചുള്ളൂ, വേറെ ആർക്കും സാധിച്ചില്ല. അതുകൊണ്ട് ഇനി നാം ന്യായപ്രമാണത്തെ അനുസരിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. കാരണം നമ്മൾ പഴയ നിയമത്തിന്റെ കീഴിലല്ലാത്തതുകൊണ്ട്. പക്ഷേ പഴയ നിയമത്തേക്കാൾ കൂടുതൽ നിയമങ്ങൾ നമുക്കാവുള്ളത്. പഴയ നിയമത്തിലെ എല്ലാ കൽപ്പനയും കൂടെ എണ്ണിയാൽ എത്ര വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ മത്തായി സുവിശേഷത്തിലെ കൽപ്പനകൾ മാത്രം എണ്ണിയപ്പോൾ 98 കൽപ്പനയായിട്ടും ഉണ്ടായിരുന്നു. ഒരിക്കലും തിരുന്ന് എണ്ണി നോക്കി. പിന്നെ റോമാലേഖനത്തിലൊന്നും എണ്ണിയില്ല. അപ്പോൾ കൽപ്പനകൾ ആർക്കാ കൂടുതലുള്ളതെന്ന് ചോദിച്ചാൽ നമുക്കാ കൂടുതലുള്ളത്. ദൈവത്തേക്കൊക്കെ കൂടുതൽ നമുക്ക് കൽപ്പനയുള്ളത്. പക്ഷെ ഇറ്റ്സ് ഓഫ് എ ഡിഫറെന്റ് കൈൻഡ് എന്നുള്ളതാണ്. വേറൊരു വിധത്തിലുള്ളതായിരിക്കുന്ന കൽപ്പനയാണ്. പഴയ നിയമത്തിലെ കൽപ്പന അങ്ങനെയല്ല. പഴയ നിയമത്തിലെ കൽപ്പന എന്ന് പറയുന്നത് മോട്ടിവേഷൻസ് ഒന്നും അധികം പരിഗണിച്ചിട്ടില്ല. പുതിയ നിയമത്തിലെ കൽപ്പനകളിലെല്ലാം മോട്ടിവേഷൻസ് പ്രൈമറിയാണ്. സ്ത്രീയെ മോഹിക്കേണ്ടത് നോക്കി, മോട്ടിവേഷൻ തെറ്റിപ്പോയി. ശാരീരിക വ്യഭിചാരം ചെയ്തില്ല, പക്ഷേ മോട്ടിവേഷൻ തെറ്റിപ്പോയി. നോട്ടത്തിൽ ഈ ഓൾറെഡി കമ്മിറ്റഡ്. അതുപോലെ നീ സഹോദരനെ കുന്നുകളയണമെന്ന ചിന്തയിലാണ് ഇവിടെ കോപിച്ചത്. ഓൾറെഡി കമ്മിറ്റഡ്.
അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ ഫാക്ടറാണ്. കർത്താവ് അതുകൂടെ ഇവിടെ ഉൾപ്പെടുത്തി. അപ്പോൾ പഴയ നിയമത്തിനേക്കാൾ എത്രയോ പ്രയാസമുള്ളത് ആ പുതിയ നിയമത്തിലെ കൽപ്പനകൾ ആ നിലയിൽ അനുസരിക്കാം. പിന്നെ ഒരു വ്യത്യാസമേ ഉള്ളൂ, പുതിയ നിയമത്തിലെ കൽപ്പനകൾ നാം അനുസരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്. അതുപോലെ നാം ലംഘിച്ചാൽ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ദൈവത്തോട് മധ്യസ്ഥ ചെയ്യുകയും ചെയ്യുന്നു, ഞരങ്ങിക്കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അത് അപ്പോൾ ഈ പ്രീണന സിദ്ധാന്തം എന്ന് പറയുന്നത് കേട്ടാൽ അതിനൊരു സത്യമൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നും. അപ്പോൾ പാപം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ്? ദൈവത്തിന് അർഹമായ മഹത്വം കൊടുക്കാതിരിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. ദൈവത്തിന് അർഹമായ മഹത്വം കൊടുക്കാതിരിക്കുന്നതാണ്. പാപപരിഹാരത്തിന് ദൈവമഹത്വത്തെ തൃപ്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഈ പ്രീണനം പാപി ശിക്ഷ ഏൽക്കുക വഴിയോ ദൈവമഹത്വത്തെ തൃപ്തിപ്പെടുത്തുക വഴിയോ സാധിക്കാവുന്നതാണെന്നാണ് പറയുന്നത്. ദൈവകരുണ പാപിയെ ശിക്ഷിക്കുന്നതിന് പകരം ദൈവമഹത്വത്തെ തൃപ്തിപ്പെടുത്തുവാനാണ് തീരുമാനിച്ചത്. സകല മനുഷ്യരുടെയും പാപപരിഹാരം എന്നത് അനന്തമായ പ്രീണനം വഴി മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നതിനാൽ ദൈവപുത്രൻ തന്നെ അത് നിവർത്തിക്കേണ്ടി വന്നു. യേശുക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തോടുള്ള അനുസരണം ഒരു മനുഷ്യനെന്ന നിലയിൽ തൻ്റെ കടമ ആയിരിക്കയാൽ പ്രത്യുത അനുസരണം മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമാകുന്നില്ല. അതായത് കർത്താവ് ഒരു മനുഷ്യനായി വന്നപ്പോൾ ന്യായപ്രമാണം പാലിക്കുവാൻ കർത്താവ് കടപ്പെട്ടവനാണോ? ന്യായപ്രമാണം പാലിക്കുവാൻ കർത്താവ് കടപ്പെട്ടവനാണ്. അതുകൊണ്ട് കർത്താവ് ന്യായപ്രമാണം പാലിച്ചു എന്ന് പറഞ്ഞ മനുഷ്യന് പകരമാവില്ല. പക്ഷേ പാപത്തിന് വേണ്ടി മരിക്കുവാൻ കർത്താവ് കടപ്പെട്ടവനാണോ? അല്ല, തനിക്ക് പാപമില്ല, അതുകൊണ്ട് താൻ മരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തൻ്റെ മരണം മറ്റുള്ളവർക്ക് പകരമരണമായിട്ട് തീരാം. പക്ഷേ തൻ്റെ അനുസരണം എന്ന് പറയുന്നത് താൻ ചെയ്തതായിരിക്കുന്ന ന്യായപ്രമാണത്തെ പാലിക്കാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് കർത്താവിനെ പരിച്ഛേദന ചെയ്തത്. അല്ലെങ്കിൽ കർത്താവിനെ എന്തിനാ പരിച്ഛേദന ചെയ്യുന്നത്? ന്യായപ്രമാണം മുഴുവൻ പാലിക്കാൻ കർത്താവ് മനുഷ്യനായി തീർന്നപ്പോൾ ഹി വാസ് ഒബ്ലിഗേറ്റഡ് ടു ഒബേ. പക്ഷേ ന്യായപ്രമാണത്തിന് യഹൂദന്മാർ കൊടുത്തതായിരിക്കുന്ന വ്യാഖ്യാനമല്ല കർത്താവ് കൊടുത്തത്. ഹി ഹാഡ് എ ഹയർ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. അത് കർത്താവ് പല സമയങ്ങളിൽ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവം അങ്ങനെയല്ല ന്യായപ്രമാണത്തെക്കുറിച്ച് ഉദ്ദേശിച്ചതും. നിങ്ങളതിന് വേറെ തെറ്റായി വ്യാഖ്യാനം കൊടുക്കും. പരീക്ഷന്മാരോടും ശാസ്ത്രിമാരോടും പറഞ്ഞു, നിങ്ങൾ ന്യായപ്രമാണത്തെ നിങ്ങൾ വ്യാഖ്യാനിച്ച് മനുഷ്യനെ ബന്ധപ്പെടുത്തുക ചെയ്യുന്നത്. ദൈവം അങ്ങനെ അല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ കർത്താവ് അതിൻ്റെ ശരിയായ വ്യാഖ്യാനത്തിൽ കർത്താവ് അതിനെ അനുസരിച്ചു. പക്ഷെ അനുസരിക്കുവാൻ കടപ്പെട്ടവനായിരുന്നു കർത്താവ്. എന്നാൽ പാപത്തിന് വേണ്ടി എല്ലാ മനുഷ്യരും മരിക്കാൻ കടപ്പെട്ടവരാണ്. കാരണം ഭാവിയാണ്, പാപത്തിൻ്റെ ശമ്പള ശിക്ഷയാണ്, അത് ഏൽക്കാൻ കടപ്പെട്ടവരാണ്. പക്ഷേ കർത്താവിന് ആ കടപ്പാടുണ്ടായിരുന്നില്ല. കാരണം തനിക്ക് പാപമില്ല, പാപ സ്വഭാവം ഉണ്ടായിരുന്നില്ല, പാപപ്രവൃത്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തൻ്റെ മരണമെന്ന് പറഞ്ഞാൽ തൻ്റെ പാപത്തിന് വേണ്ടിയുള്ള മരണമല്ല, അത് പകരം മരണമാണ്. മറ്റുള്ളവരുടെ പാപത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് പകരമാണ് കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചതെന്ന് നമുക്ക് പറയാനായിട്ട് ഒക്കെയില്ല. അത് നമുക്ക് മാതൃകയാണെന്ന് പറയാം. ഇറ്റ്സ് എൻ എക്സാമ്പിൾ. സബ്സ്റ്റിറ്റ്യൂഷണറി ലൈഫ് എന്ന് പറയുന്നില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ ഡെത്തേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷണറി ലൈഫില്ല, മറുവില ജീവിതമില്ല, മറുവില മരണമേ ഉള്ളൂ. അപ്പോൾ അവിടെ ആളുകൾക്ക് തീർച്ചയായിട്ടും തെറ്റുപറ്റി. ഇങ്ങനെയൊക്കെ ഒരുപാട് തിയറികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. തിയറികളൊക്കെ രസകരമായ തിയറികളാണെന്ന് ഞാൻ പറയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര യാഗത്തെക്കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ വിവരണം നൽകുവാൻ ആദ്യമായി ശ്രമിച്ചത് ആൻസ്ലമായിരുന്നു. പല മേഖലകളിലും തൻ്റെ നിരീക്ഷണങ്ങൾ ശരിയായിരുന്നു. പാപത്തിൻ്റെ ഭയാനകതയെക്കുറിച്ചും മനുഷ്യൻ്റെ നിസ്സഹായതയെക്കുറിച്ചും ഒക്കെ താൻ നന്നായിട്ട് പറഞ്ഞു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിശുദ്ധിയെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ സമ്പൂർണ്ണതയെക്കുറിച്ചും ആൻസലും ബോധവാനായിരുന്നു. എന്നാൽ യുക്തിക്ക് അമിതമായ പ്രാധാന്യം താൻ നൽകി എന്നുള്ളത് കൊണ്ട് തിരുവെഴുത്തിലെ പല ഉപദേശങ്ങളും താൻ തനിക്ക് റീസൺ വാസ് ദി ഹയസ്റ്റ് പോയിന്റ്. ആൻസലും അങ്ങനെ ഒരു തെറ്റുപറ്റി. പാപത്തെ ദൈവമഹത്വത്തോട് മാത്രം ബന്ധപ്പെടുത്തുക വഴി ദൈവനീതി ആവശ്യപ്പെടുന്ന പാപപരിഹാര ബലി അനിവാര്യമാണ് എന്ന് സ്ഥാപിക്കുവാൻ ഈ സിദ്ധാന്തത്തിന് കഴിയുന്നില്ല. കൂടാതെ യേശു ക്രിസ്തുവിൻ്റെ മരണം പാപത്തിൻ്റെ ശിക്ഷയായിട്ടാണ് എന്ന തിരുവചനത്തിൻ്റെ ഉപദേശത്തിന് ഈ സിദ്ധാന്തത്തിൽ സ്ഥാനവുമില്ല. മാത്രമല്ല ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷയാഗം എന്ന ഉപദേശവും തള്ളിക്കളഞ്ഞിരിക്കുന്നു. മനുഷ്യവർഗം പിതാവിന് മഹത്വം കൊടുക്കുവാൻ പരാജയപ്പെട്ടപ്പോൾ മനുഷ്യവർഗത്തിന് പകരമായിട്ട് പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തി. അതുകൊണ്ട് ആ ഒരു കൽപ്പന, ആ ഒരു ദൗത്യം കർത്താവ് നമുക്ക് വേണ്ടി നിർവഹിച്ചു എന്ന് പറഞ്ഞു. അതെ, പാപത്തിൻ്റെ ശമ്പള മരണമായതുകൊണ്ട് കർത്താവ് മനുഷ്യവർഗത്തിന് വേണ്ടി അതും വരിച്ചു. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് മരിക്കേണ്ട ആവശ്യമില്ല, ഒരാളീ പറഞ്ഞാൽ ജീവിക്കേണ്ട ആവശ്യമില്ലെന്ന് വേണ്ടി പറയാം. കാരണം എന്താണ്? രണ്ടും കർത്താവ് തൃപ്തിപ്പെടുത്തി. ജീവിക്കേണ്ട ആവശ്യമില്ലെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല കേട്ടോ. എങ്കിലും അദ്ദേഹം പറഞ്ഞു വരുന്നതിൻ്റെ ഫലം അതാണ്. എൻ്റെ മരണത്തിൻ്റെ കടം മാത്രമല്ല കർത്താവ് വീട്ടിയത്, എൻ്റെ ജീവിതത്തിൻ്റെ കടവും വീട്ടിയെന്നാണ് പറഞ്ഞത്. തൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ജീവിതത്തെയും തൻ്റെ മരണം കൊണ്ട് എൻ്റെ മരണത്തെയും വീട്ടി. അപ്പം ഞാൻ ജീവിതത്തിനും കടപ്പെട്ടവനല്ല, മരണത്തിനും കടപ്പെട്ടവനല്ല. മരണത്തിന് കടപ്പെട്ടവനല്ല, കാരണം കർത്താവിൻ്റെ പകരക്കാരനായിട്ട് മരിച്ചു.
ജീവിതത്തിന് ഞാൻ കടപ്പെട്ടവനാണ്. കാരണം കർത്താവിൻ്റെ പകരക്കാരനായിട്ടല്ല ജീവിച്ചത്, പക്ഷെ എനിക്കൊരു മാതൃകയായി ആണ്. അവൻ്റെ കാൽപ്പൂച്ചൂടെ പിന്തുടരുവാൻ നമുക്ക് മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നതാണ്. ഇറ്റ്സ് എൻ എക്സാമ്പിൾ, ദാറ്റ് എക്സംപ്ലറി ലൈഫ്. അങ്ങനെയാണ്. അടുത്ത സിദ്ധാന്തം എന്ന് പറയുന്നത് ധാർമ്മിക സ്വാധീനതാ സിദ്ധാന്തം എന്നൊരു സിദ്ധാന്തമുണ്ട്. പിന്നെ മാതൃകാ സിദ്ധാന്തമുണ്ട്, എക്സാമ്പിൾ തിയറി, പിന്നെ ഗവൺമെന്റൽ തിയറി. ഇങ്ങനെ ഒരുപാട് തിയറീസ് ഇതേക്കുറിച്ചൊക്കെ അങ്ങനെ പറയാനായിട്ട് കിടക്കുന്നു. ചിലതൊക്കെ നമുക്ക് പറയാം, എല്ലാം പറഞ്ഞു പോകേണ്ട കാര്യമുണ്ടോയെന്ന് അറിയില്ല, എങ്കിലും ചിലതൊക്കെ പറയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.